الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له. أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كل نفس ذائقة الموت ثم إليه ترجعون ثم إلينا ترجعون. ബഹുമാന്യരായ വേദിയിലും സദസ്സിലുമുള്ള വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധികളും വിലക്കുകളും ജീവിതത്തിൽ ഉടനീളം കൃത്യമായി കാത്തു സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ ഒത്തുകൂടൽ പരലോകത്ത് ഉപകരിക്കുന്ന സൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന ബർക്കത്തുള്ള ഒരു സദസ്സായി ഈ സദസ്സിനെ റബ്ബ് സ്വീകരിക്കുമാറാവട്ടെ. വളരെ സന്തോഷം നൽകുന്ന ഒരവസരത്തിലാണ് നമ്മുടെ ഈ സംഗമം നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട 3 കാരണങ്ങൾ. ഒന്ന്, ഈ സംഗമത്തിൻ്റെ സംഘാടകർ നമ്മുടെ ചെറുപ്പക്കാരാണ്. പൊതുവെ ഏതൊരു നാട്ടിലേക്ക് പ്രസംഗിക്കാനൊക്കെ ചെല്ലുമ്പോഴും നാട്ടിലെ ചില കാരണവന്മാര് പതുക്കെ സ്വകാര്യമായി വിളിച്ച് സ്റ്റേജിന്റെ പിന്നിലേക്ക് കൊണ്ടുപോയിട്ട് പറയും, ഉസ്താദേ, നിങ്ങളുടെ പ്രസംഗത്തിൽ ഒരു കാര്യം പ്രത്യേകമായിട്ട് ഉണ്ടാവണം കേട്ടോ, നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരുടെ അവസ്ഥയൊക്കെ വളരെ മോശമാണ്, അതുകൊണ്ട് നിങ്ങൾ അവരുടെ അവസ്ഥകളെക്കുറിച്ച് നിങ്ങളുടെ പ്രസംഗങ്ങളിലൊന്ന് സംസാരിക്കണം കേട്ടോ എന്ന് മിക്ക ഇടങ്ങളിലും ആളുകൾ സ്നേഹത്തോടു കൂടി സ്വകാര്യം പറയാറുണ്ട്. മാത്രല്ല, പല സ്ഥലങ്ങളിലും പ്രസംഗത്തിന് വിഷയം കിട്ടുന്നത് തന്നെ യുവാക്കളും അധാർമികതയും എന്ന ഒരു വിഷയമാണ് പലപ്പോഴും സംസാരിക്കാൻ വേണ്ടി തരാറ്. അവിടെയാണ് നമ്മുടെ ചെറുപ്പക്കാര് അത്ഭുതങ്ങൾ ഉണ്ടാക്കുന്നത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ യുവത്വം നമ്മളെ അമ്പരപ്പിക്കുന്ന ചില സ്വഭാവ സവിശേഷതകളുടെ ഒരു കൂട്ടായ്മയാണ്. അവർക്ക് നമ്മൾ എന്താണോ അജണ്ടയായി കൊടുക്കുന്നത്, ആ അജണ്ടയിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഫലമുണ്ടാക്കാൻ അവർക്ക് സാധിക്കും. അത് അനുഭവത്തിൽ കണ്ട ഒരു സന്ദർഭം ഞാൻ പറയട്ടെ. കഴിഞ്ഞ വയനാട് മേപ്പാടിയിലെ ആ വലിയ ദുരന്തവും ആ ദുരന്തത്തെ തുടർന്നുണ്ടായ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും, നമ്മളുടെ ചാലിയാർ പുഴയിലൂടെയാണ് ആ ദുരന്തത്തിൽ മരണപ്പെട്ട പലരുടെയും ശരീര അവശിഷ്ടങ്ങൾ ഒഴുകി വന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് ഞങ്ങളുടെ നാട്ടില് മുണ്ടേരിയിൽ നിന്ന് പിന്നെ ജനവാസമില്ലാത്ത മലകളിലൂടെ ചെങ്കുത്തായ പാറക്കെട്ടുകൾ കയറിപ്പോയിടത്താണ് ഈ അവശിഷ്ടങ്ങൾ പലതും ഉണ്ടായത്. പലതിനും ദിവസങ്ങളുടെ പഴക്കമുണ്ടായിരുന്നു. അറ്റുപോയ ശരീരങ്ങൾ, ഏത് മനുഷ്യൻ്റെതാണ്, ആണാണോ പെണ്ണാണോ എന്ന് പോലും തിരിച്ചറിയാനാവാത്ത ശരീര അവശിഷ്ടങ്ങളാണ് പലയിടങ്ങളിൽ നിന്നും കിട്ടിയത്. ഇത് കിട്ടിയത് എങ്ങനെയൊക്കെ അറിയോ? ഇതാ കൊണ്ടേക്കോൾ എന്ന് പറഞ്ഞ് ആരെങ്കിലും തന്നതല്ല.
പുഴയുടെ ഓരത്ത് അടിഞ്ഞുകൂടിയ മണലിന്റെ ഇടയിൽ ഒരു ചെറിയ മുടിയുടെ അവശിഷ്ടം കണ്ടപ്പോൾ പതുക്കെ വലിച്ചു നോക്കിയപ്പോൾ മുടി പോരുന്നില്ല. ഒന്നുകൂടി മാന്തി നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു തലയുണ്ട്. ഉയർന്നു നിൽക്കുന്ന ശരീരത്തിന്റെ വിരലുകളുടെ അവശിഷ്ടങ്ങൾ കണ്ടപ്പോൾ കുഴിച്ചു നോക്കിയപ്പോൾ അവിടെ ഒരു ശരീരത്തിന്റെ ഒരു പൊളിഞ്ഞ ഭാഗം തന്നെയുണ്ട്. മണ്ണിൽ പൂണ്ട് കിടക്കുന്ന നെഞ്ചിൻ കൂടിനുള്ളിലേക്ക് മണ്ണ് കയറി പുഴയുടെ ആഴിയിൽ അങ്ങനെ താന്നു കിടക്കുന്ന പാതിയായ ശരീരാവശിഷ്ടങ്ങൾ. ഇതൊക്കെ പലതിനും 2-3 ദിവസത്തെ പഴക്കമുണ്ടായിരുന്നു. എൻ്റെ കൂടെയുള്ള എനിക്കറിയുന്ന ഒരു സുഹൃത്ത് പറഞ്ഞത് ഭക്ഷണം കഴിച്ചത് കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ്. കാരണം ഈ കിട്ടിയ ശരീരാവശിഷ്ടങ്ങൾ ഒരു മുണ്ടിലോ അല്ലെങ്കിൽ ചാക്കിലോ കെട്ടിയിട്ട് അതിങ്ങനെ തോളത്തിട്ടിട്ട് ഒരാൾക്ക് മാത്രം നടന്നു പോരാൻ കഴിയുന്ന ദുർഘടമായ പുഴയിറമ്പിലൂടെ പാറക്കെട്ടുകൾ താങ്കി തടിപ്പൊരണം. ഈ തൂക്കിയിട്ട ശരീരാവശിഷ്ടത്തിന്റെ ദുർഗന്ധം വഹിച്ചുകൊണ്ടാണ് ആ യാത്ര. കിലോമീറ്ററുകൾ യാത്ര ചെയ്താലാണ് ഒരു ട്രാക്ടർ, മറ്റു വാഹനങ്ങൾക്ക് എത്താൻ പറ്റാത്തടത്തേക്ക് ട്രാക്ടറുകളാണ് എത്തിയത്. ആ ട്രാക്ടറുകളിൽ ആ ശരീര അവയവം അത് കിടത്തി നാട്ടിലെത്തിക്കണം, പിന്നെ ആശുപത്രിയിൽ എത്തിക്കണം. അങ്ങനെ അല്ലേ ഈ പ്രവൃത്തിയൊക്കെ ചെയ്തത് ആരാന്നറിയങ്ങള്? ഈ 45-50 കഴിഞ്ഞ് ശരീരത്തിലൊക്കെ അല്ലെങ്കിൽ നാട്ടിലൊക്കെ പക്വത നേടി എന്നറിയപ്പെടുന്ന ആ വലിയ ആളുകളല്ല ഇത് ചെയ്തത്. നല്ല ഒച്ചയുണ്ടാക്കുന്ന സ്കൂട്ടറുകളിൽ ചെകിടടപ്പിക്കുന്ന ശബ്ദത്തിലാ അവർ പലരും പോത്തുകൽ അങ്ങാടിയിൽ വന്നത്. അവർ പലരും വന്ന ജീപ്പുകൾക്ക് മേൽക്കൂരകളില്ലായിരുന്നു. സാധാരണ നമ്മളെ കണ്ടാൽ ദേഷ്യം പിടിപ്പിക്കുന്ന അത്തരം ജീപ്പുകളിലാണ് അവർ വന്നത്. അവര് ട്രൗസർ ഇട്ടവരായിരുന്നു. അവരുടെ കുപ്പായത്തിന് പകരം ടീഷർട്ടുകളായിരുന്നു. അവരുടെ മുടികൾ പലതും വെട്ടാതെ നീണ്ടു കിടക്കുന്ന അലസമായ മുടികളായിരുന്നു. പക്ഷേ അവർക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു. ആ ലക്ഷ്യം മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെട്ട ശരീരാവശിഷ്ടങ്ങൾ, ബഹുമാനിക്കേണ്ട ആദരിക്കേണ്ട ശരീരാവശിഷ്ടങ്ങൾ തങ്ങളുടെ പ്രിയപ്പെട്ടവർ എവിടെയെന്ന് തെരഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളുടെ മുമ്പിലേക്ക് ജീവനില്ലാത്ത മാതാപിതാക്കളുടെ ശരീരാവശിഷ്ടങ്ങളെങ്കിലും എത്തിച്ചു കൊടുക്കുക എന്ന ആ ദൗത്യത്തോടു കൂടി അവർ പണിയെടുത്തു. ആ നാട്ടിലുണ്ടായിരുന്ന ആളുകൾ മുഴുവനും അത് കണ്ടിട്ടുണ്ടെങ്കിൽ അവർ മുഴുവനും പറഞ്ഞു, എന്തല്ലേ നമ്മുടെ ചെറുപ്പക്കാർ, അവർ എത്രമാത്രം കർമ്മോത്സുകരാണ്, അവർ എത്രമാത്രം ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നവരാണ്. അപ്പോ ഈ ഒരു സംഗമം ഏറെ സന്തോഷകരമായ സംഗമമാണ് എന്ന് പറയാനുള്ള ഒന്നാമത്തെ കാരണം ഇതാണ്. എല്ലാവിധ തിന്മകളും യഥേഷ്ടം. ഞാനിപ്പോ ഇങ്ങനെ പോരുമ്പോ നിലമ്പൂർ ഏകദേശം വെളിയന്തോട് മുതൽ ഇവിടെ ഇങ്ങോട്ട് ഏതുവരെ നമ്മുടെ വടപുറം റോഡ് തിരിയുന്നത് വരെ അനങ്ങാൻ പറ്റാത്ത ബ്ലോക്കാണ് റൂട്ടിൽ. 2 ഇടങ്ങളിലും വന്യമൃഗങ്ങൾ ഇറങ്ങിയിട്ട് ബ്ലോക്ക് ഉണ്ടായതല്ല, ആഘോഷിക്കാൻ ഇറങ്ങിയ മനുഷ്യന്മാരാ. 2-3 ഇടങ്ങളിൽ എന്തോ ഗാനമേളകളോ ഉദ്ഘാടനങ്ങളോ നടക്കുന്നു. മറ്റിടങ്ങളിലൊക്കെ മനുഷ്യരുടെ തിരക്കുകളാണ്. ജീവിതം ആസ്വദിക്കാനും ആഘോഷിക്കാനും ഇറങ്ങിയ മനുഷ്യർക്കിടയിലാണ് മരണത്തെക്കുറിച്ച് സംസാരിക്കാൻ എടവണ്ണ അങ്ങാടിയുടെ ഹൃദയത്തിൽ ഇങ്ങനെ ഒരു സ്റ്റേജ് കെട്ടിയിട്ട് ആളുകളെ വിളിച്ചുകൂട്ടി. നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ അത് ചെറിയ സന്തോഷമാണോ? അല്ല, വലിയ സന്തോഷ. ഒരു ലഡു എന്നല്ല, ഒരു കിൻഡര് ലഡു നമ്മുടെ മനസ്സിൽ പൊട്ടുന്ന സന്തോഷ. ഞാനിങ്ങനെ ഇടവണ്ണക്കൂടെ ഇങ്ങനെ വരുമ്പോൾ കുറേ ദിവസമായിട്ട് ആ പോസ്റ്റർ ഇങ്ങനെ കാണും, മരണത്തിൻ്റെ പോസ്റ്ററും അതിൻ്റെ താഴെ ND ഷാഹിദിൻ്റെയും പേരുണ്ട്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് മറ്റിടങ്ങളിലൊന്നും പ്രബോധന പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടില്ല. ഈ പരീക്ഷാകാലം MSMന്റെ സംസ്ഥാന സമ്മേളനം, അതേപോലെ കേരള ജമിയത്തുൽ-ഉലമയുടെ 100 വർഷത്തെ സംഗമം, ഇങ്ങനെ പല കാരണങ്ങളാൽ നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ ദഅ്വാ പ്രവർത്തനങ്ങൾ പതുക്കെ നിലച്ചുപോയി. അത് പുനഃസ്ഥാപിക്കപ്പെടുന്ന കാലത്ത് അതിലെ ആദ്യ പരിപാടിയായി എടവണ്ണയിൽ തന്നെ ഇങ്ങനെ ഒരു സംഗമം ഒരുക്കാൻ നമ്മുടെ ചെറുപ്പക്കാർക്ക് സാധിച്ചത് തീർച്ചയായും സന്തോഷകരമാണ്. നമ്മൾ നമ്മുടെ ചെറുപ്പക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർ ജീവിക്കുന്ന കാലഘട്ടം ഏറ്റവും അപകടം പിടിച്ച ഒരു കാലഘട്ടമാണ്. നമ്മളിങ്ങനെ നല്ല മഴ പെയ്യുന്ന ഇടത്തേക്ക് നമ്മുടെ മക്കളെ ഇറക്കി വിടുമ്പോൾ മക്കളെ നനയരുത് എന്ന് പറയുന്നതിന് മുമ്പ് ഒരു കൊട അവരുടെ കയ്യിൽ കൊടുത്തിട്ട് അങ്ങനെ പറയാൻ പാടുള്ളൂ. നമ്മുടെ യുവാക്കള് അവർക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തെ അവർ മനോഹരമായി പൂർത്തിയാക്കും. ഇവിടെ നമ്മുടെ യുവത്വത്തിന് ഒരു ലക്ഷ്യമുണ്ടായപ്പോ എത്ര മനോഹരമായിട്ടാണ് അള്ളാഹുവിൻ്റെ ദീനിന്റെ ഒരു ദഅ്വാ പ്രവർത്തനം അവർ സജ്ജീകരിക്കുന്നത്. അള്ളാഹു ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കൊക്കെയും തക്കതായ പ്രതിഫലം നൽകി അള്ളാഹു അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഒന്നാമത്തെ സന്തോഷം അതാട്ടോ.
രണ്ടാമത്തെ സന്തോഷം നമ്മുടെ കുട്ടികൾ വാങ്ങിയ സമ്മാനാണ്. ഏതൊരു മാതാപിതാക്കളുടെയും മനസ്സിനെ ഏറ്റവും ത്രസിപ്പിക്കുന്ന ഒരു സംഗതിയാണ് അവരുടെ മക്കളെ കുറിച്ച് നല്ലത് പറയുക എന്നത്. ചിലപ്പോഴൊക്കെ ചില കുട്ടികളെ നമ്മൾ ചുങ്കത്തറ സ്ഥാപനത്തിലേക്ക് ചില മക്കളെയൊക്കെ രക്ഷിതാക്കൾ കൊണ്ടുവരുമ്പം ചീത്ത പറഞ്ഞാൽ കൊടുന്നേക്കുക. ഒന്നിനും പറ്റൂല, ഒന്നും പറഞ്ഞാൽ കേൾക്കൂല, വെറും മൊബൈലാണ്, വായിക്കൂല, ഉമ്മാനെ ചീത്ത പറയും, ബാപ്പാനെ ചീത്ത പറയും. അങ്ങനെ ഒരു നീണ്ട പട്ടിക നമ്മുടെ മുമ്പിൽ വെച്ചിട്ടാണ് ആ കുട്ടിയെ സ്ഥാപനത്തിലേക്ക് ചേർക്കുക. അങ്ങനെ പിന്നെ ഒരു മാസമൊക്കെ കഴിഞ്ഞ് ഈ മക്കളെ കാണാൻ വരുമ്പോൾ നമ്മളിങ്ങനെ ആ മക്കളെ വിളിച്ചിട്ട് ഈ രക്ഷിതാക്കളോട് പറയും, നിങ്ങളെ കുട്ടി നല്ല കുട്ടിയാട്ടോ, നിങ്ങളെ കുട്ടി നല്ല കുട്ടിയാണ്, ഓന് ഇന്ന നന്മകളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരു മാസം മുമ്പ് മകനെ കുറിച്ച് ഒരു വലിയ വേണ്ടാത്തരത്തിന്റെ പട്ടിക തന്നെ അവതരിപ്പിച്ച രക്ഷിതാക്കള് കണ്ണു നിറഞ്ഞ് ആ മക്കളെ ചേർത്ത് പിടിച്ച് അവരുടെ കവിളത്ത് ഉമ്മ വെക്കുന്നതൊക്കെ അത്ഭുതത്തോടു കൂടി നമ്മൾ കാണാറുണ്ട്. നമ്മളൊക്കെ അങ്ങനെയാണ്. നമ്മുടെ മക്കളെ കുറിച്ച് ആരെങ്കിലും നല്ലത് പറഞ്ഞാൽ, നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ഒരു നന്മയുണ്ടായാൽ, നമ്മുടെ മക്കൾ എവിടെയെങ്കിലും മികച്ചവരാണ് എന്ന് രേഖപ്പെടുത്തിയാൽ അത് നമ്മളിൽ ഉണ്ടാക്കുന്ന സന്തോഷങ്ങൾ കുറച്ചൊന്നുമല്ല. നമ്മൾ മാത്രമല്ല, അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ മകനാണ് അബ്ദുല്ലാഹി ബിൻ ഉമർ. നമുക്കെല്ലാവർക്കും പരിചയമുള്ള പാണ്ഡിത്യത്തിന്റെയും നേതൃത്വത്തിന്റെയും തുല്യതയില്ലാത്ത ഒരു വലിയ മാതൃകയാണ് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ചെറിയ കുട്ടിയായിരിക്കും ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സ് ഇങ്ങനെ നടക്കുക. അപ്പൊ ആ സദസ്സിൽ പ്രവാചകൻ സഹാബത്തിനോടൊരു ചോദ്യം ചോദിച്ചു. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ, ആരാ ഉത്തരം പറയാ? പ്രവാചകൻ അങ്ങനെയായിരുന്നു. ആളുകളോട് സംസാരിക്കാനും ഇടപെടാനും ഒക്കെ പ്രവാചകന് മനോഹരമായ രീതികൾ ഉണ്ടായിരുന്നു. കൂടിയിരിക്കുന്ന ആൾക്കാരോട് പ്രവാചകൻ ചോദിക്കണേ, ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ, ആരാ ഉത്തരം പറയാം? അപ്പോ അവർ പറഞ്ഞു, ചോദിച്ചോളൂ. അപ്പൊ റസൂൽ ചോദിച്ച ചോദ്യം എന്താ അറിയോ? ഒരു മരം അത് സത്യവിശ്വാസിയെ പോലെ മുഅ്മിനായ ഒരു മനുഷ്യനെ പോലെയാണ്. ഒരു മുഅ്മിനായ മനുഷ്യന്റെ വാക്കും പ്രവർത്തനങ്ങളും ചിന്തകളും ഒക്കെ മറ്റുള്ളവർക്ക് ഗുണമേ ഉണ്ടാക്കൂ. ഒരു മുഅ്മിനായ മനുഷ്യനെ കൊണ്ട് ഒരാൾക്ക് ഒരു ദ്രോഹം ഉണ്ടാവില്ല, ഒരു ദോഷം ഉണ്ടാവില്ല. അതുപോലത്തെ ഒരു മരമുണ്ട്. ആ മരത്തിന്റെ ഏത് ഭാഗം, അത് ഉണങ്ങിയാലും പഴുത്താലും വാടിയാലും എന്തായാലും അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും. ഏതാണ് ആ മരം? പ്രവാചകന്റെ ചോദ്യമായതുകൊണ്ട് തന്നെ അതിന് വളരെ എന്താ പറയാ, ദൈവികമായ ദിവ്യമായ ഒരു മറുപടി ഉണ്ടാകും എന്നതുകൊണ്ട് തന്നെ ആ സദസ്സ് ഉത്തരം പറഞ്ഞില്ല. അവർ നിശബ്ദരായി. പ്രവാചകൻ പറഞ്ഞു, ഒന്നായിക്കോട്ടെ, ആർക്കും അറിയില്ലെങ്കിൽ ഉത്തരം ഞാൻ തന്നെ പറയാം. അത് ഈത്തപ്പനയാണ്. നമ്മുടെ നാട്ടിലെ തെങ്ങ് പോലെയാണ് ഏകദേശം ഈത്തപ്പന. ഈർക്കിളി മുതൽ അതിൻ്റെ മുരട് മുതൽ വേര് മുതൽ എല്ലാം ഒരു കോലത്തിൽ അല്ലെങ്കിൽ മറ്റൊരു കോലത്തിൽ ഉപകാരപ്പെടും. സദസ്സ് പിരിഞ്ഞ് എല്ലാവരും വീട്ടിൽ പോയപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു വീട്ടിലെത്തി വിശ്രമിക്കാൻ ഒരുങ്ങുമ്പോൾ അബ്ദുല്ലാഹി ബിൻ ഉമർ, 4-5 വയസ്സുള്ള കുട്ടിയാ. ആ കുട്ടി വന്നിട്ട് ബാപ്പാനോട്, ഉമറിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ, പൊതുവെ എല്ലാവർക്കും ഉമറിന്റെ പേര് കേൾക്കുമ്പോഴേ പേടിയാ, പരുഷനാണ്, പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണ്. ആ അബ്ദുല്ലാഹി ബിൻ ഉമർ ബാപ്പാന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ബാപ്പാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചോദ്യം ചോദിച്ചപ്പോ അതിന്റെ ഉത്തരം ഈത്തപ്പനാന്ന് എനിക്കറിയായിരുന്നു. അപ്പോ ഉമർ റളിയല്ലാഹു അൻഹു കൗതുകത്തോടു കൂടി ചോദിച്ചു, പിന്നെ എന്തേ നീ അത് പറയാഞ്ഞ്? അപ്പൊ പറഞ്ഞു, നിങ്ങളും അബൂബക്കറും അങ്ങനെ വളരെ വലിയ പ്രായം ചെന്നവരും നേതാക്കന്മാരും ഒക്കെ ഇരിക്കുന്ന സദസ്സിൽ എഴുന്നേറ്റ് നിന്ന് ആ ഉത്തരം പറയാൻ എനിക്ക് മടി തോന്നി, അതുകൊണ്ടാണ് ഞാൻ പറയാഞ്ഞത്. ഖലീഫ ഉമർ തൻ്റെ മകനെ ചേർത്ത് പിടിച്ച് തൻ്റെ മകനോട് പറഞ്ഞൊരു വാക്കുണ്ട്, മോനെ, ആ സദസ്സിൽ നീ അത് പറഞ്ഞിരുന്നുവെങ്കിൽ ഈ പിതാവിന്റെ അഭിമാനം അത് എത്രമേൽ ഉയരുമായിരുന്നു എന്ന് നീ മനസ്സിലാക്കിയിട്ടുണ്ടോ? അത് ഉമറിന്റെ മാത്രം പ്രത്യേകതയല്ല. എൻ്റെ മുമ്പിൽ ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ കുട്ടികളോടും, യുവാക്കളും, ബാല്യം, കൗമാരം, എല്ലാ മക്കളോടും എനിക്ക് സ്നേഹത്തോടു കൂടി പറയാനുള്ള ഒരു കാര്യം, മക്കളെ, നിങ്ങളുടെ ഭാഗത്തുണ്ടാകുന്ന ഏതൊരു നന്മയും, നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്ന ഏതൊരു നന്മയും, നിങ്ങളെ നന്മയുടെ ഭാഗത്ത് കാണുന്ന ഏതൊരവസരത്തിലും നിങ്ങളുടെ മക്കൾക്കുണ്ടാകുന്ന സന്തോഷം ഉണ്ടല്ലോ, ഈ നിങ്ങളുടെ മാതാപിതാക്കൾക്കുണ്ടാക്കുന്ന സന്തോഷം, ഈ ലോകത്ത് അതിലും മേലെ ഒരു സന്തോഷം നിങ്ങളുടെ മാതാപിതാക്കൾക്ക് കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ലട്ടോ. ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾക്കുള്ള ഒരു ചെറിയൊരു പ്രശ്നം എന്താ, നിങ്ങള് ബാപ്പാനും ഇമ്മാനെയൊക്കെ കൂടെ കൊണ്ടു നടക്കാനും അവർക്ക് വേണ്ടി സംസാരിക്കാനൊക്കെ കുട്ടികൾ മടി കാണിക്കുക.
അല്ലേ? ഇതിൻ്റെ വാപ്പയാണ്, ഇതിൻ്റെ ഉമ്മയാണ് എന്ന് കൂട്ടുകാർക്ക് മുമ്പിലും മറ്റുള്ളവർക്ക് മുമ്പിലും പറയാൻ കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല. ഞാൻ അവരെ ആശ്രയിക്കാതെ ജീവിക്കുന്ന ഒരാളാണ് എന്ന് കൂട്ടുകാർക്ക് മുമ്പിൽ തെളിയിക്കാനുള്ള ശ്രമത്തിലാണ് നമ്മുടെ കുട്ടികളൊക്കെ. ബൈക്കിലൊക്കെ മക്കളെ സ്കൂളിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ സ്കൂളിലെ ഗേറ്റ് എത്തുന്നതിൻ്റെ ഒരു 200 മീറ്റർ മുമ്പ് പറയും, പാപ്പ ഇവിടെ നിർത്തിക്കോളിട്ടോ, ഞാൻ ഇറങ്ങിക്കോളാന്ന് പറയും. നടക്കാനുള്ള പൂതി കൊണ്ടൊന്നല്ല, അത് ബാപ്പാന്റെ ബാക്കിലാണ്. ബാപ്പാന്റെ ബൈക്കുമേൽ അപ്പോഴും ഓ സ്കൂൾക്ക് വരുന്നേന്ന് മറ്റുള്ള കുട്ടികളെ അറിയണേ ഓൽക്കൊരു മടിയാ. നിങ്ങൾ ഓൽക്കൊരു സ്വന്തമായിട്ടൊരു ബൈക്ക് വാങ്ങിക്കൊടുത്തോണ്ടി. ഹെഡ് മാസ്റ്റർ ഓഫീസിന്റെ വാതിലും തെറിപ്പിച്ചിട്ട് മൂലൊക്കെ കൊണ്ടുപോയിട്ടാ പാർക്ക് ചെയ്യുക. അതിന് യാതൊരു മടി ഉണ്ടാവില്ല. കാരണം ഞാൻ സ്വയം കഴിവുള്ളവനാണ് എന്ന് തെളിയിക്കാൻ മക്കളൊക്കെ ആഗ്രഹിക്കുക. അതുകൊണ്ട് തന്നെ ഈ എന്താ പറയാ, മാതാപിതാക്കളെയൊക്കെ ആശ്രയിക്കാനും അവരുടെ മുമ്പിൽ നിന്ന് നല്ല കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ കുട്ടിയൊക്കെ മടിയാണ്. വീട്ടിൽ നിന്നൊക്കെ എന്തൊക്കെയോ മത്സരങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് മാസങ്ങൾക്ക് ശേഷം ടീച്ചറെ കണ്ടപ്പോൾ ടീച്ചർ പറഞ്ഞ് നിങ്ങളെ മോന് കുറെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടോ. അപ്പൊ വീട്ടിൽ വന്ന് എവിടെയാണ് സർട്ടിഫിക്കറ്റ്? ഞാൻ അവിടെ കൊടുന്നു വെച്ചിക്കണല്ലോ. എന്നോ കൊടുന്നു വെച്ചിക്കണ്. എന്നാ ഈ ബാപ്പാന്റെ മുമ്പിൽ ബാപ്പാന്റെ ഉമ്മാന്റെ ഉമ്മ എനിക്കിത് അങ്ങനെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടോ, എനിക്കിങ്ങനെ സമ്മാനം കിട്ടിയിട്ടോ എന്ന് പറയുമ്പോ മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്ന സന്തോഷം എത്രയേറെ. അതുകൊണ്ട് എൻ്റെ എല്ലാ മക്കളോടും, ISM-കാരോട്, MGM-കാരോട്, MSM-കാരോട് എല്ലാവരോടും നിങ്ങൾക്കുണ്ടാകുന്ന ഒരു ചെറിയ നേട്ടം പോലും, ഇപ്പം എന്താ പ്രശ്നം അറിയോ, ചെറിയൊരു നേട്ടം, ഒരു 5 പൈസൻ്റെ മുട്ടായി കിട്ടിയാൽ തന്നെ അത് ഫോട്ടോ എടുത്ത് കണ്ട് ഇൻസ്റ്റയിൽ കണ്ട് തൻ്റെ കൂട്ടുകാർക്കിടയിൽ അതിൻ്റെ ആ ഗാംഭീര്യം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന മക്കളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യങ്ങൾ, നിങ്ങൾക്കുണ്ടാകുന്ന ഒരു നേട്ടത്തിൽ നിങ്ങളുടെ മക്കൾ സന്തോഷിക്കുന്ന അത്ര ആകാശത്തിന് കീഴെ ഭൂമിയുടെ മേലെ നിങ്ങളുടെ മാതാപിതാക്കൾ സന്തോഷിക്കും പോലെ പ്രിയപ്പെട്ട മക്കളെ ഒരാളും സന്തോഷിക്കൂല. ഒരു കൂട്ടുകാരനും ഉണ്ടാവില്ല, ഒരാൾക്കും ഉണ്ടാവില്ല മാതാപിതാക്കളോളം സന്തോഷം. അതുകൊണ്ട് ഈ മദ്രസയിൽ സമ്മാനം വാങ്ങാൻ്റെ പിന്നിൽ പ്രവർത്തിച്ച അതെത്ര പണിയറങ്ങൾ, അതറിയണമെങ്കിൽ നിങ്ങളുടെ മദ്രസയിലോ സ്കൂളിലൊക്കെ പഠിപ്പിക്കണം. ഞാൻ ഒരു കുട്ടിക്ക് പ്രസംഗം എഴുതി കൊടുത്തപ്പോൾ മലയാളത്തിൽ പ്രസംഗം എഴുതുക എന്നുള്ളത് ദുന്യാവിലെ ഏറ്റവും പ്രയാസമുള്ള പണിയാണ് എന്നെ സംബന്ധിച്ച്. എന്നാലും ഞാൻ കുടുങ്ങിപ്പോയി. ഒരു സ്റ്റാഫ് മീറ്റിങ്ങിൽ എല്ലാവർക്കും ഓരോ ഡ്യൂട്ടി കൊടുത്തപ്പോൾ എനിക്കൊരു ഡ്യൂട്ടി കിട്ടി, പ്രസംഗം എഴുതി കൊടുക്കണം. അപ്പം എല്ലാവരും ഏറ്റപ്പോൾ എനിക്ക് കഴിയില്ല, അറിയാൻ പറ്റുമല്ലോ. ഞാൻ അങ്ങനെ ഒരു 2 പേജ് എഴുതി കൊടുത്തിട്ട് പരിപാടി നടക്കുന്നതിൻ്റെ 4 ദിവസം മുമ്പ് ഞാൻ ആ മകനെ വിളിച്ചിട്ട്, മോനെ ഇത് പഠിച്ചു. എത്ര പഠിച്ച്? ഒരു പാരഗ്രാഫ് പഠിച്ചു സാർ പറഞ്ഞു. ഒരു പാരഗ്രാഫേ. പിന്നെ പരിപാടി നടക്കാൻ 48 മണിക്കൂറുള്ളു. എന്തൊരു മടിയ കുട്ടിയെക്കാരങ്ങൾ പഠിക്കാൻ, കാണാതെ പഠിക്കാൻ. പിടിച്ചിരുത്തിയാൽ പണ്ടുള്ളവർ പറയില്ലേ, തവളനെ പിടിച്ച് എണ്ണത്തിൽ വെച്ചാണ്. ഇവിടെ ഇരുത്തിയോനെ കാണൂല, ഓൻ കാണാൻ അപ്പുറത്ത്, അവിടെ നിർത്തിയോൻ കാണാൻ ഇപ്പുറത്ത്. ഈ കുട്ടികളൊക്കെ ഒന്ന് സ്റ്റേജുമ്മ കയറ്റിയിട്ട് ഒരു 5 മിനിറ്റ് മൈക്കിന്റെ മുമ്പിൽ നിന്ന് തെറ്റാതെ പറയണമെങ്കിലേ അതിൻ്റെ പിന്നിൽ അധ്യാപകരും മറ്റുള്ളവരും അനുഭവിക്കുന്ന തീഷ്ണമായ കഷ്ടപ്പാട് കുറച്ചൊന്നുമല്ല കേട്ടോ. പൊതുവേ ഇപ്പോഴത്തെ കാലത്ത് കാണാതെ പഠിക്കുക എന്നുള്ള നമ്മളെ കുട്ടികൾക്ക് അത്രയും പ്രയാസകരമായൊരു സംഗതി വേറില്ല. അതുകൊണ്ട് ഈ ഒരു വിജയത്തിലേക്ക് ആ മക്കളെ നയിച്ച അധ്യാപകർ, അതിൻ്റെ പിന്നിൽ നിന്ന് നന്നായി ക്ഷമിച്ച് സഹിച്ച് പിന്തുണ നൽകിയ ആ മക്കളുടെ രക്ഷിതാക്കൾ, നമ്മുടെ മദ്രസ ഭാരവാഹികൾ എല്ലാവരെയും അനുമോദിക്കുന്നു. അള്ളാഹു എല്ലാവർക്കും തക്കതായ പ്രതിഫലം നൽകി എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ 2 സന്തോഷങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെച്ചുകൊണ്ടാണ് ഒട്ടും സന്തോഷമില്ലാത്ത മരണത്തെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പറയാൻ എനിക്കും കേൾക്കാൻ നിങ്ങൾക്കും ജീവിതത്തിൽ പകർത്താൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും ഉറപ്പുള്ള സംഗതി എന്താന്ന് ചോദിച്ചാൽ എന്താ? ഇപ്പൊ എന്നോട് നിങ്ങൾ ചോദിക്കുകയാണ്, ഉസ്താദെ നിങ്ങൾ ഇനി വിദേശത്ത് പോകുന്നുണ്ടോ? പറയാൻ പറ്റൂല, ചിലപ്പോൾ പോവും. നിങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ? അതൊന്നും പറയാൻ പറ്റൂല. ചിലപ്പോൾ അങ്ങനെ ചില സാഹചര്യങ്ങൾക്കനുസരിച്ച് ചെയ്യേണ്ടി വരും, പോകേണ്ടി വരും, കാണേണ്ടി വരും. എന്ത് ചോദ്യത്തിനും ഇൻഷാ അല്ലാഹ് എന്ന ഒരു മറുപടിയോട് കൂടിയല്ലാതെ നമുക്കതിന്റെ ഉത്തരം പറയാൻ പറ്റൂല. പക്ഷെ നമ്മളോട് ഒരാൾ ചോദിക്കുക, ഉസ്താദ് നിങ്ങൾ മരിക്കുവോ? ചിലപ്പോൾ മരിക്കുവോ, കാരണം ഉറപ്പൊന്നുമില്ല എന്ന് പറയാൻ ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ആർക്കെങ്കിലും പറ്റുമോ? ഇല്ലല്ലോ. ഈ ഭൂമിയിൽ നമ്മൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അനിവാര്യമായ സംഗതി നമ്മൾ മരിക്കും എന്നത് തന്നെയാണ്. ഇപ്പൊ എന്താ നിങ്ങൾ
ഇപ്പം ഞാനിങ്ങനെ പോരും, ഞാൻ പറഞ്ഞല്ലോ പല സ്ഥലത്തും ആഘോഷത്തിൻ്റെ തിമിർപ്പാണ്. പ്രത്യേകിച്ച് ഈ വർഷാവസാനം ഡിസംബർ മാസത്തിൻ്റെ അവസാനത്തെ മഞ്ഞ് പെയ്യുന്ന ദിവസങ്ങളിൽ പലതരത്തിലുള്ള ആഘോഷങ്ങൾ കൊണ്ട് നമ്മുടെ നാടിങ്ങനെ നിറഞ്ഞത്. ഇന്നലെയൊക്കെ എറണാകുളത്തൂടെ സഞ്ചരിച്ചൊരു സഹോദരൻ ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞത് മണിക്കൂറുകളുടെ ബ്ലോക്ക് കഴിഞ്ഞിട്ട് വൈകുന്നേരം മറ്റേ റോട്ടിൽ നിന്നിട്ട് പുറത്തിറങ്ങിയപ്പോൾ നേരം വെളുത്തു എന്നാണ്. അത്രയും വലിയ തിരക്ക എല്ലായിടങ്ങളിലും, ആളുകൾ ആഘോഷിക്കുകയാണ്. ഈ ആഘോഷത്തിന്റെ കൂടെ തന്നെ ഇന്നിപ്പോ നമ്മുടെ ഒരു വർത്തമാന പത്രം, ഏതൊരു പത്രമാവട്ടെ, ഒരു വർത്തമാന പത്രത്തിൽ നമ്മൾ സന്തോഷകരമായ അല്ലെങ്കിൽ ആഘോഷത്തിന്റെ വാർത്തകൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ആ ആഘോഷത്തിന്റെ വാർത്തകളെക്കാളേറെ മരണത്തിന്റെ വാർത്തകൾ നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മുടെ ആശുപത്രികളിൽ അവിടെ നടക്കുന്ന ജനനങ്ങളെക്കാളേറെ നമ്മുടെ ആശുപത്രികളിൽ മരണങ്ങൾ നടക്കുന്നുണ്ട്. നമ്മുടെ ചുറ്റുഭാഗത്തൊക്കെ മരണത്തിന്റെ വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. പലപ്പോഴും വാർത്തകളുടെ പ്രത്യേകത എന്താ നിങ്ങൾ, ഇപ്പൊ കുറച്ചായിട്ട് നമ്മൾ കേൾക്കുന്ന മരണ വാർത്തകളൊക്കെ നമ്മളെ അഭിപ്രായ പ്രകാരം മരിക്കാൻ സമയമാകാത്ത മരണങ്ങളാണ്. നമ്മളെ അഭിപ്രായ പ്രകാരം കേട്ടോ, മതത്തിന്റെ വീക്ഷണം ഞാൻ പറയാം. ചില മരണങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ അതിന് പത്രഭാഷയിൽ പറയുന്നത് അകാല ചരമം പ്രാപിച്ചു എന്നാണ്. എന്താ അകാല ചരമം എന്ന് പറഞ്ഞാൽ? പ്രായമാകാത്ത മരണം എന്നാ. ഏതാണ് മരണത്തിന്റെ പ്രായം? ഇന്നതാണ് മരണത്തിന്റെ പ്രായം എന്ന് പറയാൻ ലോകത്ത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന്, മതത്തിനോ മതമില്ലാത്തവർക്കോ ശാസ്ത്രത്തിനോ യുക്തി ഭൗതിക ഏതെങ്കിലും ഒരു വാദിക്ക് മരണത്തിന്റെ പ്രായം ഇന്നതാണെന്ന് പറയാൻ പറ്റുമോ? ഏറ്റവും രസകരമായ വസ്തു എന്താ നിങ്ങൾ, മനുഷ്യൻ ഈ ലോകത്ത് ജീവിക്കാൻ തുടങ്ങിയിട്ട് ദശലക്ഷക്കണക്കിന് കൊല്ലങ്ങളായി എന്നാ ശാസ്ത്രം പറയുന്നത്. നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നില്ല. ഇനി ആ കാലത്തൊക്കെ മനുഷ്യന്മാരുണ്ടായിരുന്നോ ആവോ? എന്തായിരുന്നാലും നമ്മൾ എന്ന് പറയുന്ന ഇബ്നു ആദം, ആദമിന്റെ മക്കൾ എന്ന് പറയുന്ന ഈ മനുഷ്യന്മാർക്ക് അത്ര ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമൊന്നുമില്ല, ആയിരക്കണക്കിന് വർഷത്തിന്റെ പഴക്കം. ഇനിയിപ്പോ ശാസ്ത്രമൊക്കെ പറയുന്ന പോലെ ലക്ഷം തന്നെ ആവട്ടെ, ആ കാലം മുതലേ മനുഷ്യന്മാർ മരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അന്ന് മുതലേ മനുഷ്യന്മാർ നിരീക്ഷിക്കുകയാണ് എന്താണ് ഈ മരണമെന്നില്ലേ. സത്യത്തിൽ ഇപ്പോഴും എന്താണ് മരണം? മരണം സംഭവിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റം എന്താണ്? ജീവൻ പോയി എന്നാണല്ലോ പറയാ. എന്താണ് ഈ ജീവൻ, ആത്മാവ്, റൂഹ്, ഇതൊക്കെ എന്താണ് എന്ന് ഇന്ന് വരെ നമ്മളിപ്പോൾ ഒരു ഡോക്ടറെ വിളിച്ചിട്ട് നമ്മുടെ വീട്ടിലൊരു മരണം ഉണ്ടായാൽ നമ്മൾ തൊട്ടടുത്ത ഡിസ്പെൻസറിയിലെ അല്ലെങ്കിൽ അടുത്തുള്ള ഒരു ഡോക്ടറെ കൊണ്ടുവന്നിട്ട് സാറേ ഇങ്ങനെ ഉണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കേനി പെട്ടെന്നൊരു തരിപ്പ് പോക്കുണ്ടായി, പിന്നെ പനങ്ങണമൊന്നും കാണാനില്ല, എന്താ ആശുപത്രിക്ക് കൊണ്ടുപോകണോ, എന്താ അവസ്ഥ? അപ്പൊ ഡോക്ടർ ഇങ്ങനെ വന്നിട്ട് ഒന്നിങ്ങനെ നാടിയൊക്കെ ഒന്നിങ്ങനെ പിടിച്ചു നോക്കിയിട്ട് സ്റ്റെതസ്കോപ്പൊക്കെ വെച്ചിട്ട് നെഞ്ചത്തൊക്കെ വെച്ചിട്ട് പിന്നെ ഇങ്ങനെ കീഴ്ചയിൽ നിന്ന് ടോർച്ചൊക്കെ എടുത്തിട്ട് കണ്ണുക്കൊക്കെ ഒന്ന് അടിച്ചു നോക്കിയിട്ട് ഡോക്ടർ പറയും മരിച്ചിട്ടുണ്ട്. അത് വിശ്വാസിയായ ഡോക്ടർ, 5 നേരം നിസ്കരിക്കുന്ന ഡോക്ടറാവട്ടെ, തള്ളിട്ടാ പോലും പടിഞ്ഞാറ് ഭാഗത്തേക്ക് വീഴാത്ത നിരീശ്വരവാദിയായ ഡോക്ടറാവട്ടെ, രണ്ടാളും ഉപയോഗിക്കുന്ന പദം ഒരൊറ്റ പ്രയോഗം, മരിച്ചിട്ടുണ്ട്. സത്യത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത്? നമ്മുടെ വിശ്വാസം ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് അവന്റെ ശരീരത്തിന് ജീവൻ നൽകിയിരുന്ന റൂഹിനെ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം പുറത്തെടുത്തു. ഇനി ആ റൂഹില്ലാത്ത ശരീരം എന്ന് പറയുന്നത് അത് വെറും ആവശ്യമില്ലാത്ത ഒരു കടലാസ് പെട്ടി. നമ്മളൊക്കെ നമ്മുടെ വീട്ടിലേക്ക് ഒരു മിക്സി വാങ്ങുമ്പോൾ ഒരു കടയിൽ ചെന്നിട്ട് മിക്സി ചോദിക്കുക, ഏതാ ആ ഒരു മിക്സി, അതെ ഫിലിപ്സിന്റെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കമ്പനിയുടെ മിക്സി. അത് അയാൾ മേശമ്മയൊക്കെ എടുത്ത് വെച്ച് ആ പേപ്പറിന്റെ പുറത്തുള്ള പൊടിയൊക്കെ തട്ടിയിട്ട് മിക്സി ഇങ്ങനെ തുറന്നിട്ട് ഒന്ന് വർക്ക് ചെയ്ത് കാണിച്ചു തരും. എന്നിട്ടോ അത് അങ്ങനെ തന്നെ പെട്ടിയിൽ വെച്ചിട്ട് നമുക്ക് തരും. നമ്മൾ ആ പെട്ടിയുമായിട്ട് വീട്ടിലെത്തിയാൽ അടുക്കളയിൽ ആ മിക്സി എടുത്ത് അത് വെക്കേണ്ടിടത്ത് വെച്ചാൽ ആ പെട്ടി പിന്നെ എന്താ ചെയ്യാം? ആ പെട്ടി നമ്മൾ പുറത്തേക്ക് വലിച്ചെറിയും. ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ വേസ്റ്റൊക്കെ കൊണ്ടുപോകാൻ വരുന്ന പഞ്ചായത്തിന്റെ ഹരിതസേനക്കാർക്കോ മറ്റൊക്കെ വേണ്ടി അത് അവർ പുറത്തേക്ക് ഭദ്രമായിട്ട് വെക്കും. എന്തിനായിരുന്നു ആ പെട്ടി? ആ കടയിൽ ആ മിക്സി ഇരിക്കുമ്പോ പൊടി തട്ടാതെ, പോറലേൽക്കാതെ, പഴക്കം തോന്നാതെ ആ മിക്സി ഇങ്ങനെ കേടുകൂടാതെ നിൽക്കാനായിരുന്നു ആ പെട്ടി. വലിച്ചിട്ടപ്പോഴും വണ്ടി കയറ്റിയപ്പോഴൊക്കെ ആ മിക്സിക്ക് കേടുപറ്റാതെ നോക്കിയത് ഈ കവറാണ്. ഇപ്പൊ വീട്ടിലെത്തി മിക്സിയുടെ കടയിലെ ഡ്യൂട്ടി കഴിഞ്ഞ് ഇനി വീട്ടിലെ ഡ്യൂട്ടിക്ക് ഒരുങ്ങുകയാണ്. അതിനെന്ത് വേണ്ട? ബോക്സ് വേണ്ട. ആ ബോക്സ് നമ്മൾ പുറത്തേക്ക് വലിച്ചെറിയും. അതേപോലെ നമ്മുടെ റൂഹിന് ഈ ലോകത്ത് നിലനിൽക്കാൻ അള്ളാഹു നിശ്ചയിച്ച പെട്ടിക്കൂടാണ് ഈ ശരീരം.
ആ റൂഹിന്റെ ഡ്യൂട്ടി, ഈ ദുന്യാവിലെ ഡ്യൂട്ടി കഴിഞ്ഞാൽ അള്ളാഹു റൂഹിനെ തിരിച്ചു വിളിക്കുമ്പോ പിന്നെ ആ പെട്ടിക്കൂട് ആവശ്യമല്ല. ഗൾഫ് നാട്ടില് ജോലി ചെയ്യുന്ന സമയത്ത് ഒരു യുദ്ധസമാനമായ സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരു പ്രദേശത്ത് മുഴുവനും പട്ടാളക്കാർ താമസിക്കുന്ന ഇടങ്ങളായിരുന്നു. താൽക്കാലികമായ ബാരിക്കേഡുകൾ പറഞ്ഞാൽ നമ്മുടെ തീവണ്ടിയുടെ ആ ഓരോ കമ്പാർട്ട്മെന്റ് പോലെ ഇങ്ങനെ 10-20 ആൾക്കാർക്ക് താമസിക്കാവുന്ന താൽക്കാലിക ബാരിക്കേഡുകൾ. അവിടെ നിറയെ ലൈറ്റ്, അതിന്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുന്നില്ല. പട്ടാളക്കാർ, തോക്കും ചൂണ്ടിയ പട്ടാളക്കാർ മണൽ ചാക്കുകളൊക്കെ നിരത്തി വെച്ച് അതിനപ്പുറത്ത് ജാഗ്രതയോടെ ആ ഒരു സമയം ആ പ്രദേശം വല്ലാത്ത ഒരു ഭയപ്പെടുത്തുന്ന പ്രദേശമായിരുന്നു. പക്ഷേ യുദ്ധത്തിന്റെ കോലോഹലങ്ങളൊക്കെ ഇല്ലാതായി, പഴയ രൂപത്തിലേക്കായി. ബാരിക്കേഡുകളിൽ നിന്ന് പട്ടാളക്കാരൊക്കെ പിൻവാങ്ങി അവർ അവരുടെ ജോലിയിലേക്ക്, നാടുകളിലേക്ക് തിരിച്ചു പോയപ്പോ ആ പ്രദേശം ഒരു ശവപ്പറമ്പ് പോലെ, ഒന്നുമില്ല. ഒഴിഞ്ഞു കിടക്കുന്ന കുറെ ബാരിക്കേഡുകള്, കുറെ മണൽ ചാക്കുകള്, കത്താത്ത കുറെ വിളക്കുകൾ, ശൂന്യമായി. പിന്നെ അതിന് ആവശ്യമില്ല. പിന്നെ അതൊക്കെ പതുക്കെ കാലക്രമത്തിൽ കാറ്റടിച്ചും മഴ പെയ്തും അതൊക്കെ ദുർബലമായിട്ട് ഇല്ലാതായി. അതേപോലെയാണ് ഈ ലോകത്ത് അള്ളാഹു ജീവിതത്തിന്റെ ദൗത്യം നൽകിയത് ഈ ശരീരത്തിനല്ല. ഇതിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാല്ല. ഈ ശരീരത്തിന്റെ ഉള്ളിലുള്ള ഒരു ആത്മാവുണ്ട്. ആ ആത്മാവിന് അള്ളാഹു നിശ്ചയിച്ച ദൗത്യത്തിന്റെ സമയം പൂർത്തിയായപ്പോ ആ ആത്മാവിനെ അള്ളാഹു അതിന്റെ കേന്ദ്രത്തിലേക്ക് വിളിച്ചു കൊണ്ടുപോയി. അതാണല്ലോ മരണം. അത് കഴിഞ്ഞപ്പോ പിന്നെ വെറും കൂടായ ഈ ശരീരത്തിന് പിന്നെ ഒരു ദൗത്യമല്ല. പിന്നെ അതിവിടെ കിടന്നാൽ നാറും, അല്ലേ? അതിവിടെ കിടന്നാൽ നാറും. അതുകൊണ്ട് നമ്മൾ നല്ല ആഴത്തിൽ കുഴി കുത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച് അതിൻ്റെ മേലെ സ്ലാബിട്ട് ചെറിയ പഴുത് പോലും നനഞ്ഞ മണ്ണുകൊണ്ടും അതേപോലെ പച്ചിലകൾ കൊണ്ടുമൊക്കെ അടച്ച് അതിൻ്റെ മേലെ പിന്നെയും മണ്ണിട്ട് നമ്മൾ പോരും. എന്തിനാ നിങ്ങൾ? ആ ദുർഗന്ധം പുറത്തേക്ക് വരാതിരിക്കാൻ. മരണം. പക്ഷെ എന്താണ് മരണമെന്ന് മനുഷ്യന്റെ ശരീരത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും പഠിക്കുന്ന ശാസ്ത്രത്തോട് നിങ്ങൾ ചോദിക്കുക, എന്താണ് മരണം? സത്യത്തിൽ ഇന്നുവരെ എന്താണ് മരണമെന്ന് കൃത്യമായിട്ട് നിർവചിക്കാൻ. കോശങ്ങളുടെ നിശ്ചലാവസ്ഥയാണ്, കോശങ്ങൾ പ്രവർത്തനരഹിതമാവുകയാണ്. അങ്ങനെ പല രൂപത്തിൽ പറയുമ്പോഴും കൃത്യമായിട്ട് ഇന്നതാണ് മരണം. ഒരു വ്യക്തിയുടെ മരണം സംഭവിക്കുമ്പോൾ അവിടെ ഇന്നതാണ് സംഭവിക്കുന്നത് എന്ന് കൃത്യമായിട്ട് പറയാൻ മനുഷ്യന്റെ അറിവുകൾ പൂർണ്ണമായിട്ടില്ല. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു, റസൂലേ, ആത്മാവിനെ കുറിച്ച് അവർ നിന്നോട് ചോദിക്കും. പക്ഷെ നീ പറയണം, ആത്മാവ് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അതിനെപ്പറ്റി അള്ളാഹുവിന് മാത്രമേ അറിയൂ. മനുഷ്യർക്ക് അറിവിന്റെ കുറച്ച് മാത്രമേ അള്ളാഹു നൽകിയിട്ടുള്ളൂ. കുറച്ച്. നമ്മളൊക്കെ വിചാരിക്കും നൂറ്റാണ്ടുകൾ കൊണ്ട് മനുഷ്യന്മാർ എന്തൊക്കെ നേടി. മനുഷ്യന്മാരൊന്നും നേടിയിട്ടില്ല. ഇപ്പോഴും നമ്മുടെ ജീവിതത്തിലെ, നമ്മുടെ ശരീരത്തിലെ, നമ്മുടെ ജീവിത ഘട്ടങ്ങളിലെ പല കാര്യങ്ങളെ കുറിച്ചും മനുഷ്യൻ അജ്ഞനാണ്. എന്താണ് സ്വപ്നം? എന്താണ് ഉറക്കം? എന്താണ് ഈ മനസ്സ്? എന്താണ് ചിന്ത? ഇതിനെക്കുറിച്ചൊന്നും കൃത്യമായ ഇന്നതാണ് എന്ന് കൃത്യമായ ഒരു പോയിന്റിലെത്താൻ ഇന്നുവരെ മനുഷ്യനെ കുറിച്ച് ഗവേഷണം, നിരീക്ഷണം നടത്തുന്ന ശാസ്ത്രത്തിന് കൃത്യമായിട്ട് സാധിച്ചിട്ടില്ല. നിങ്ങൾ ആ രംഗത്ത് പഠിക്കുന്നവരോട് ചോദിക്കൂ, എത്ര സിദ്ധാന്തങ്ങളാണ് പഠിക്കുന്നത്. ഒരു സിദ്ധാന്തം, പിന്നെ മറ്റൊന്ന്. എന്തിനാ ഒന്നിലേറെ സിദ്ധാന്തങ്ങൾ ഉണ്ടായത്? ഒരു സിദ്ധാന്തങ്ങളും കൃത്യമായ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് മാറ്റി പറയേണ്ടി വന്നത്. കാരണം മനുഷ്യന് അറിവിൽ നിന്ന് അല്പം മാത്രമേ അള്ളാഹു നൽകിയിട്ടുള്ളൂ. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ സംസാരിക്കുന്നത് ഇസ്ലാമിന്റെ ഭാഷയിൽ. ആ ഭാഷയെ സംബന്ധിച്ചിടത്തോളം മരണം എന്നത് എന്താണെന്ന് വളരെ കൃത്യമായിട്ട് നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു സംഗതിയാണ്. അല്ലാഹു തആല പറഞ്ഞു, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് സുമ്മ ഇലൈനാ തുർജഊൻ. നമ്മളെല്ലാവരും കേട്ട് കാണാപ്പാടമായ ഒരേ അർത്ഥം വരുന്ന, ഒരേ ആശയം വരുന്ന ഒന്നിലേറെ ആയത്തുകളാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു വിഷയത്തെ പറ്റി പറഞ്ഞത്. എല്ലാ ആത്മാവും മരണത്തെ രുചിക്കുക തന്നെ ചെയ്യും. എന്താ പറഞ്ഞാല്? മരണത്തെ ആസ്വദിക്കുക തന്നെ ചെയ്യുന്ന, അറിയാതെ അങ്ങോട്ട് നടക്കുന്ന ഒരു സംഗതിയല്ല. എൻ്റെ മരണം ഞാൻ അറിയുക തന്നെ ചെയ്യും. ആ മരണത്തിന്റെ ഫലം ഞാൻ അനുഭവിക്കുക തന്നെ ചെയ്യും. അതാണ് കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. അപ്പൊ നമ്മളൊക്കെ പെട്ടെന്ന്
ഒരു ബൈക്കിലേക്ക് പോകുന്ന ഒരാള് പെട്ടെന്ന് ഒരു വണ്ടിയൊക്കെ തട്ടിയിട്ട് അപ്പുറത്തെ ഒരു വലിയ വാഹനത്തിന്റെ, ഒരു ട്രെയിലറിന്റെ, ലോറിയുടെ, ബസിന്റെ കടിയിലേക്ക് നമ്മൾ തെറിച്ചു വീഴുമ്പോൾ നമ്മുടെ തലയിലൂടെ അതിന്റെ ചക്രം കയറി ഇറങ്ങുന്നത് ഒരു സെക്കൻഡിന്റെ 100% സമയമെടുത്തേക്കാരം. അല്ലേ? പക്ഷേ ആ ഒരു ചെറിയ സമയമാണെങ്കിലും മരണത്തെ അവൻ അനുഭവിക്കും, ആസ്വദിക്കുക തന്നെ ചെയ്യും. ഒരു സംശയം ആർക്കും വേണ്ട. അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുന്നുണ്ട്, പ്രവാചകന്റെ അസുഖത്തിന്റെ 13 ദിവസത്തോളമാണ്, അതായത് റസൂലുള്ള മരിക്കുന്നത് റബീഉൽ അവ്വൽ 12-നാ. അതിന്റെ തൊട്ട് മുമ്പത്തെ മാസം 29-ലാണ് പ്രവാചകൻ ആദ്യമായിട്ട് അസുഖം ആരംഭിക്കുന്നത്. പനിയും തലവേദനയുമാണ്. പ്രവാചകൻ പുറത്തുപോയ പ്രവാചകൻ തന്റെ തല ഇങ്ങനെ കൂട്ടിപ്പിടിച്ചുകൊണ്ടാണ് വീട്ടിലേക്ക് കയറി വരുന്നത്. ആ അസുഖമാണ് പ്രവാചകന്റെ മരണത്തിലേക്ക് എത്തിക്കുന്നത്. ആ മരണത്തിന്റെ അസുഖത്തിന്റെ രൂക്ഷമായ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ്. ആ ആയിഷ റളിയല്ലാഹുവിന്റെ വീട്ടിലെ ആയിഷ ബീവിയുടെ മടിയിൽ തലവെച്ച്, ചിലപ്പോ നെഞ്ചത്ത് തലവെച്ച് ഇങ്ങനെ ചാരി കിടക്കും, ചിലപ്പോ മടിയിൽ തലവെച്ച് ഇങ്ങനെ നീണ്ടു കിടക്കും. അങ്ങനെ പ്രവാചകൻ ഒരു അസ്വസ്ഥതയിലാണ്, വല്ലാത്തൊരു പ്രയാസത്തിന്റെ അസ്വസ്ഥത. പ്രവാചകനെ കാണാൻ വന്ന ആയിഷ റളിയല്ലാഹു, പ്രവാചകന്റെ പുത്രി ഫാത്തിമ റളിയല്ലാഹു അൻഹ തന്റെ ബാപ്പാന്റെ ഇടങ്ങേറ് കണ്ടിട്ട് വിലപിക്കുന്ന രംഗം ചരിത്രത്തിലുണ്ട്. വാ ഔ, എന്റെ ബാപ്പാന്റെ ഇടങ്ങേറ്, എന്റെ വാപ്പാക്ക് എന്നും ഇടങ്ങേറ് മാത്രമേ ഉള്ളല്ലോ. ഫാത്തിമ റളിയല്ലാഹു അൻഹ സങ്കടപ്പെടുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ ബീവിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. മോളെ ഫാത്തിമ, ഇന്നത്തെ ദിവസത്തോടുകൂടി നിന്റെ ബാപ്പാന്റെ എല്ലാ ഇടങ്ങേറും തീരുട്ടോ. ഇത് അവസാനത്തെ ദിവസം ബാപ്പാന്റെ ജീവിതത്തിൽ. ഇനി ബാപ്പാക്ക് ഒരു ഇടങ്ങേറുമില്ല, എല്ലാ ഇടങ്ങേറും ഒന്ന് തീരും. ആ വേദനയില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണത്തിന്റെ വിഭ്രാന്തി ഇത്തിരി കൂടിയപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, യാ ആയിഷ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന ലിൽ മൗതി സകറാത്ത്, ഇന്ന ലിൽ മൗതി സകറാത്ത്. തീർച്ചയായിട്ടും മരണത്തിന് സക്കറാത്ത് ഉണ്ട്. നമ്മളെ കൂട്ടത്തില് ഈ ചിലപ്പോൾ കാണാം ഫേസ്ബുക്കിലൊക്കെ ചില ഫോട്ടം വരുന്നത് ചിരിച്ചിങ്ങനെ കിടക്കണ ചില മയ്യത്തുകൾ, പ്രത്യേകിച്ച് ഇന്തോനേഷ്യ, മലേഷ്യ ഭാഗത്തുനിന്നാണ് അത്ര ഫോട്ടോ വരാറ്. അങ്ങനെ ആണും പെണ്ണും ഒക്കെ കഫൻ ചെയ്ത് കിടത്തിയെടുത്ത് ചിരിച്ച് കിടക്കുന്നത് പോലെ അങ്ങനെ, എന്നിട്ട് അതിന്റെ താഴെ ഒരു അടിക്കുറിപ്പ് ചെയ്യുന്നാവും. എന്താ അറിയോ? ചിരിച്ച് മരിച്ചു കിടക്കുക. താഴെ ഇങ്ങനെ കമന്റുകൾ, പടച്ചോനെ ഇതുപോലെ ചിരിച്ച് മരിക്കാൻ ഞങ്ങൾക്കും ഭാഗ്യം തരണേ. പൊന്നാര സഹോദര സഹോദരി, ഈ ലോകത്ത് ഒരാൾക്ക് ചിരിച്ച് മരിക്കാൻ പറ്റിയിരുന്നുവെങ്കിൽ പൊട്ടിച്ചിരിച്ച് മരിക്കുമായിരുന്നു. ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ജീവിതത്തിൽ ഒരു തെറ്റുപോലും ചെയ്യാത്ത, അള്ളാഹുവിന്റെ ഒരു കൽപ്പന പോലും എവിടെയും ലംഘിക്കാത്ത, അള്ളാഹു ഒരു കാര്യം പറഞ്ഞിട്ട് ഒരു ചെറിയ രൂപത്തിൽ പോലും അതിനെതിരെ പ്രവർത്തിക്കാത്ത അഷ്റഫുൽ ഖൽഖ് എന്ന് അള്ളാഹു വിശേഷിപ്പിച്ച, എന്താ അഷ്റഫുൽ ഖൽഖ്? അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായ, അഷ്റഫ് സൂപ്പർലേറ്റീവ് ഡിഗ്രിയ, ഏറ്റവും ശ്രേഷ്ഠനായ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണത്തിന്റെ സമയത്ത് അനുഭവിച്ച വിഭ്രാന്തിയാണ് പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചത്. യാ ആയിഷ ഇന്നലിൽ അലാ ഇന്നലിൽ മൗതി സകറാത്ത്. മരണത്തിന് വല്ലാത്തൊരു വിഭ്രാന്തി ഉണ്ട് കേട്ടോ, വല്ലാത്തൊരു എന്താ പറയാ, ഒരു ഇടങ്ങേറുണ്ട് കേട്ടോ. അത് ഗവേഷണം നടത്തി പറഞ്ഞതല്ല, ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞതല്ല. പ്രവാചകൻ അനുഭവിക്കുന്ന അനുഭവത്തിലെ അവസാനത്തെ പാഠവും നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടാണ് അള്ളാന്റെ ഹബീബ് പോയത്. ഇല്ലേ, ഗൾഫിക്കൊക്കെ ഒരു 5-6 മാസമൊക്കെ അവധി കഴിഞ്ഞ് ഇനിയിപ്പം ഗൾഫിക്ക് പോകേണ്ടി വരൂല എന്നൊക്കെ വിചാരിച്ച് നാട്ടിൽ തന്നെ നിൽക്കാൻ തീരുമാനിച്ച ചിലരൊക്കെ ഒരു 50-55 വയസ്സാവുമ്പോൾ ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങളാൽ വീണ്ടും ഗൾഫിലേക്ക് പോകേണ്ടി വരുമ്പോൾ ആ യാത്ര നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ യാത്ര പോകുന്നതിന്റെ ദിവസങ്ങൾക്ക് മുമ്പേ സംസാരങ്ങൾ പറ്റെ കുറഞ്ഞു പോകും, മുഖത്തേക്ക് നോക്കാൻ പറ്റാതെയാവും. ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ സങ്കടങ്ങളും ഗദ്ഗതങ്ങളൊക്കെ, വീണ്ടും കുടുംബത്തിൽ നിന്ന് പിരിഞ്ഞു പോകേണ്ട അവസ്ഥ. ദിവസങ്ങൾക്ക് മുമ്പേ മക്കൾക്ക് ഉപദേശങ്ങൾ കൊടുക്കാൻ തുടങ്ങും, മക്കളെ അങ്ങനെ എങ്ങനെ ഭാര്യയോട് എല്ലാരോടും. അവസാനം പോകാൻ നേരത്ത് കാറിന്റെ ഡോർ അടക്കും മുമ്പ് ഒരു വാക്ക് കൂടി പറയും ഭാര്യയോട്, നോക്ക് കുട്ടികളെ ശരിക്കും നോക്കണം കേട്ടോ. പിന്നെ ആ ഡോർ അടച്ചിട്ട് ഒരൊറ്റ പോക്കാ, തിരിഞ്ഞു നോക്കാതല്ലേ അവസാനത്തെ വാക്ക്.
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനം ഈ ലോകത്ത് നിന്ന് അവസാനമായി പിരിഞ്ഞു പോകുമ്പോഴും തൻ്റെ സമൂഹത്തിന് മറ്റാർക്കും പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു പാഠം അല്ലേ? നമ്മളൊക്കെ ഈ പല്ലുവേദന എന്തെങ്കിലുമൊക്കെ ഒരു വേദന ഒക്കെ ഉണ്ടായിട്ടേ ഇങ്ങനെ എടങ്ങേറായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആരെങ്കിലും വന്ന് ചോദിക്കുക നല്ല വേദന ഉണ്ടോ, ഒറ്റ ഒന്നാണ് കൊടുക്കാൻ തോന്നൂലേ? ഇത് അനുഭവിച്ചാൽ മാത്രം പോരാ, നാട്ടുകാരോട് മുഴുവനും വിശദീകരിക്കണം എന്നാൽ അതിൻ്റെ ഒരു എടങ്ങേറ് എത്രയാ അല്ലേ? ആ അവസ്ഥയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണത്തിന്റെ വിഭ്രാന്തി അത് അനുഭവിക്കുമ്പോഴാണ് പറഞ്ഞത്, അലാ സമൂഹമേ അറിഞ്ഞുകൊള്ളുക, ഇന്നലിൽ മൗതി സക്കറാത്ത്. ഒരു അറിയപ്പെടുന്ന ഒരു ഡോക്ടറുടെ പ്രഭാഷണം കേട്ടപ്പോൾ ആ പ്രഭാഷണത്തിൽ ഒരു ചെറിയ ബക്കറ്റായിട്ട് വലിയതില്ല നിങ്ങളുടെ അടുത്ത് കൂടെ വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ചെറുപ്പക്കാർ ഇതുപോലത്തെ സംരംഭങ്ങൾ നടത്തുമ്പോൾ സാമ്പത്തികമായ ബാധ്യതകൾ അവരെ തകർത്ത് കളയും, പിന്നെ ഓല പണിക്ക് കിട്ടൂല. അതുകൊണ്ട് ആവുന്ന രൂപത്തിൽ അതുമായി സഹകരിക്കണം, കഴിയുന്നത്ര അതുമായി സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുക. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ കാര്യം മരണത്തിന്റെ സക്കറാത്തിനെ കുറിച്ചാണ്. ഈ ഡോക്ടറുടെ ക്ലാസ്സിൽ ഞാൻ കേട്ടത്, ഈ ലോകത്ത് ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും തീവ്രമായ വേദന മരണത്തിന്റെ വേദനയാണെന്നാണ്. എല്ലാവരും കേട്ടോളിയും. ആ വേദന അനുഭവിക്കാതെ ഈ ഇരിക്കുന്ന ഒരാളും ഈ കേൾക്കുന്ന ഒരാളും ആ വേദന അനുഭവിക്കാതെ പോവില്ല. ചിലപ്പോൾ ചില ആൾക്കാർ പറയും, ദിവസങ്ങളോളം അബോധാവസ്ഥയിൽ കടന്ന് ICUവിൽ കടന്ന് വെന്റിലേറ്റർ കടന്ന് അങ്ങനെ കിടക്കുന്ന മനുഷ്യൻ ഒരിക്കൽ അയാൾ അങ്ങനെ നിശ്ചലമായി, അയാൾ മരിച്ചു എന്നെങ്ങനെയാ ഒപ്പനോട് ഒരാൾ പറഞ്ഞത്, ബാപ്പ മരിച്ചപ്പോ ഒരു ചെറിയ അനക്കം പോലും ഞങ്ങളാരും കണ്ടില്ല. ബാപ്പാന്റെ ഹൃദയത്തോട് കടിപ്പിച്ച ആ മെഷീനിന്റെ ശബ്ദം പതുക്കെ നേർത്തു വന്നപ്പോഴാണ് ഡോക്ടർമാർക്ക് പോലും മനസ്സിലായത് മരണം സംഭവിച്ചിട്ടുണ്ട്. ഒരു പ്രശ്നമില്ലാതെ ബാപ്പ അങ്ങോട്ട് പോവൂല, ഒരു ബാപ്പയും പോവൂല. അങ്ങനെ അനുഭവിച്ചിട്ടേ പോകൂ. അത് അനുഭവിക്കാതെ ഒരാൾക്ക് ഈ ലോകത്ത് നിന്ന് പോകാൻ കഴിയുമായിരുന്നുവെങ്കിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോകുമായിരുന്നു. അതുണ്ടായിട്ടില്ല. അതുകൊണ്ട് നമ്മളൊക്കെ അത് അനുഭവിക്കുമെന്നത് ഒരു സത്യമാണ്. ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏറ്റവും തീഷ്ണമായ വേദന മരണവേദനയാണ് എന്ന് ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു പ്രഭാഷണത്തിലാണ് ഞാൻ കേട്ടത്. ഇസ്ലാം വിശുദ്ധ ഖുർആൻ അതിനെ വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരികയും ചെയ്തു അല്ലേ? നോക്കിങ്ങൾ, ഒരു നമ്മുടെ പല്ല് പറിക്കണം. പല്ല് പറിക്കാൻ വേണ്ടി നമ്മൾ ഡോക്ടറെ അടുത്ത് ചെന്നാൽ ഒരു 3-4 ഇഞ്ചക്ഷൻ തലങ്ങും അടിച്ചിട്ട് തരിപ്പിച്ചിട്ട് ആ പല്ല് ഇങ്ങോട്ട് പറിക്കുക. തരിപ്പിക്കാതെ ഡയറക്റ്റായിട്ട് ആ പല്ല് പറിക്കുന്ന നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ, എന്ത് രസം ഉണ്ടാവും. ഒരു നഖം പറിക്കണം. നമ്മുടെ നഖം ഒന്ന് വെച്ചുത്താന്ന് പറഞ്ഞാൽ അപ്പത്തെ തലമുറക്ക് അറിയില്ലത്രേ. നമ്മളൊക്കെ ഒരു 10-40 വയസ്സിൻ്റെ ഒരു 90-80 ജനിച്ച് വളർന്ന ആൾക്കാർക്ക് അറിയാലോ, കാലിൻ്റെ തള്ളാമരൽ ഉണങ്ങിയ കാലുണ്ടാവില്ല. ഉമ്മാൻ്റെയൊക്കെ ഏറ്റവും അടി കിട്ടിയത് ഈ വെച്ചുത്തലുണ്ടാവും. ഒരിക്കൽ കുത്തിയിട്ട് നഖമൊക്കെ പൊട്ടി മുറിയായി അത് ഉമ്മ കെട്ടിത്തന്ന് പിറ്റേന്ന് ഉച്ചക്ക് സ്കൂളിൽ തന്നപ്പോൾ ചോര ഒൽപ്പിച്ചെന്ന് കുത്താനേ നേരം ഉണ്ടായിരുന്നുള്ളൂ കാലിന്. ഞാൻ ഇപ്പം അങ്ങനെ ഒരാൾ പറഞ്ഞപ്പോൾ ആലോചിച്ച്, ഇപ്പം വെച്ചുത്ത ഒരു കുട്ടിൻ്റെ കാല് വെച്ചുത്തിയകൾ കണ്ടുക്കണോ? സുറും കുറ്റിമാർക്ക് ഇങ്ങനെ കെട്ടി വെച്ച് നമ്മളൊക്കെ എത്രയും നടന്നതിന് ഇപ്പോൾ ഒരു കുട്ടിൻ്റെ കാല് വെച്ചുത്തണില്ല, ഒന്നും കേൾക്കണല്ല അല്ലേ? തലമുറകളുടെ മാറ്റാണത്. അപ്പൊ അങ്ങനെ ഒരു ചെറിയ വേദന ഉണ്ടായിട്ട് ചെറിയ പഴുപ്പ് നഖത്തിന്റെ ഉള്ളിലേക്ക് കയറിയാൽ ഡോക്ടർ പറയും നഖം പറിക്കണം. നഖം പറിക്കാം, കുഴപ്പമില്ലേ? അതിങ്ങനെ നമ്മൾ ശരിക്കും സൂചി തലങ്ങും വെലങ്ങൊക്കെ സൂചി അടിച്ച് തരിപ്പിച്ചിട്ട് ആ നഖം പറിക്കുക അല്ലേ? അത് നഖം പറിക്കുക നമ്മളറിയില്ല. നഖം പറിച്ചിട്ട് ആ പറിച്ചിടത്തേക്ക് കുറച്ച് പഞ്ഞങ്ങോട്ട് വെച്ചിട്ട് ഡോക്ടർ ഇങ്ങോട്ട് പറഞ്ഞേ, ഈ പഞ്ഞെടുക്കണം നിങ്ങൾ അറിയിട്ടോ പറഞ്ഞു. കാരണം തരിപ്പിക്കാതെ എടുക്കുക. അതങ്ങോട്ട് വലിച്ചെടുക്കുമ്പോൾ അതൊരു വേദന തന്നെ അല്ലേ? അപ്പോൾ ഒരു ശരീരത്തിൽ ഇത്തിരി ഭാഗത്ത് മാത്രമുള്ള ഒരു നഖം അതിങ്ങോട്ട് വലിച്ചെടുക്കുമ്പോൾ അതിൻ്റെ വേദന അത് സഹിക്കാവുന്നതിലപ്പുറമാണെങ്കിൽ ഒരു മനുഷ്യന്റെ ശരീരത്തിലെ കോടിക്കണക്കിന് കോശങ്ങളിൽ വേരാഴ്ത്തി കിടക്കുന്ന ജീവൻ, ഒരു കുളത്തിലെ നിറയെ പായൽ, ആ പായൽ ഇങ്ങനെ വലിയ പായൽ ചെടി പോലെ പടർന്നു കിടക്കുക. ഒരു ഭാഗത്ത് പിടിച്ചിങ്ങനെ വലിച്ചാൽ കുളം മുഴുവൻ അങ്ങനെ ഇളകും. ആ ജാതി ഒരു പായലുകൾ മനസ്സിൽ വിചാരിച്ചാണ്. വട്ടത്തിലൊരു കുളം നിറയെ പച്ച പിടിച്ച വേരുകളുള്ള അവർ ചെടികളെ പോലെ നിൽക്കുന്ന ഒരു പായല്, ആഫ്രിക്കൻ പായലോ ഏതെങ്കിലും ഒരു പായല്. നമ്മൾ ആ പായൽ വലിച്ചു നീക്കാൻ വേണ്ടി ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ പിടിച്ചു വലിച്ചാൽ ആ കുളം മുഴുവൻ അങ്ങനെ ഇളകും. എന്തേത്?
ആ പായല് ഒന്നൊന്നിനോട് ബന്ധപ്പെട്ട് അതിൻ്റെ വേരുകളും തണ്ടുകളും പരസ്പരം കൂട്ടിപ്പണഞ്ഞ് ആ കുളം മുഴുവനും പടർന്നു കിടക്കുക. അതുകൊണ്ടാണ് മനുഷ്യന്റെ ജീവൻ അങ്ങനെയാണ്. അവന്റെ മൂർധാവ് മുതൽ അവന്റെ പെരുവിരലിന്റെ അറ്റം വരെ അവന്റെ ശരീരത്തിലെ കോടിക്കണക്കിന് കോശങ്ങളിൽ ഈ ജീവൻ ഇങ്ങനെ വേര് പിടിച്ചു നിൽക്കുക. ആ ജീവനങ്ങട്ട് പിടിച്ചു വലിക്കുമ്പോഴേ ശരീരത്തിലെ മുഴുവൻ കോശങ്ങളും അറിയും. ഒരു ചിക്കൻ കടയിൽ പോയിട്ട് അറുത്തിട്ട ഒരു കോഴിന്റെ ജീവൻ പോണ നിങ്ങൾ നോക്കേണ്ടി, പെടഞ്ഞിട്ട് പറഞ്ഞ ഒരൊച്ച ഇങ്ങനെ ചുണ്ടുമ്പോ കൂടെ വന്നിട്ട് നോക്കേണ്ടി, കാലിന്റെ നഖം മുതൽ അതിങ്ങനെ ബെറിങ്ങലിച്ചിങ്ങനെ അങ്ങട്ട് മേലേക്ക് ഇങ്ങനെ കേറിയിട്ട് കോഴി ഇങ്ങനെ അങ്ങട്ട് നിശ്ചലാവും. പക്ഷെ നമ്മളെ പല കോഴിക്കടയിലെ കോഴിയൊക്കെ അതിന് ഭാഗ്യം കിട്ടാറില്ല. കോഴിക്കടക്കാരൻ്റെ തിരക്കൊണ്ട് മുറിച്ച് അയക്കാനിടും, ഇങ്ങോട്ടിടും, പിന്നെ ബട്ടണിടും. ഞാൻ പറഞ്ഞു പൊന്നാറ സുഹൃത്ത്, അതിൻ്റെ ജീവനെന്ന് പോട്ടെ, ഇങ്ങോട്ട് പറഞ്ഞു സമയമില്ലാക്കാരന്, സമയമില്ലെങ്കിൽ ഇജു കൊണ്ടുപോയി തിന്നണ്ടെന്ന് പറഞ്ഞാൽ അതിലവിടെ വെച്ചിട്ടുണ്ട്. കുറച്ചേരം നിൽക്കേണ്ടിട്ട് വേറൊരുത്തൻ്റെ വെട്ടാൻ തുടങ്ങി. വെട്ടിയപ്പോഴും ഇതിൻ്റെ പെടച്ചിൽ കഴിഞ്ഞിട്ടില്ല. രസമല്ല, കോഴി വാങ്ങിയിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി ആ കഴുകാൻ വേണ്ടി ഇട്ടപ്പോണ്ട് കോഴിൻ്റെ ഹൃദയം എങ്ങനെ മിടിച്ചു കൊടുക്കാം. മൂപ്പര് അപ്പോഴും ബ്ലഡ് പമ്പ് ചെയ്യുക. ജീവൻ പോയതും കജും കാലും മുറിച്ചോന്നും ആ പാവം അറിഞ്ഞിട്ടില്ല അല്ലേ. ഒരു വസ്തുവിനെ അറുക്കുമ്പോൾ അതിനോട് കരുണ കാണിക്കണമെന്ന് പഠിപ്പിച്ച ദീന നമ്മുടെ ദീന്. എന്ത് കരുണയല്ലേ. ഒരു പ്ലാസ്റ്റിക്കിന്റെ ടംബ്ലറിലേക്ക് 8ഉം 10ഉം കോഴിക്കളെ അറുത്തിട്ടിട്ട് പെടയാൻ പോലും സമയം കൊടുക്കാതെ ചോരയിൽ കുളിപ്പിച്ചും കണ്ടിട്ട് എന്താണല്ലേ. ഒന്ന് ശ്രദ്ധിച്ചൂടെ? അവിടെയൊക്കെ അറുക്കണോൽക്കും വാങ്ങണോൽക്കും തിന്നണോൽക്കും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചൂടെ അല്ലേ. റസൂലുള്ളാഹി പറഞ്ഞങ്ങൾ ഒരു ജീവിയെ അറുക്കുമ്പോൾ നിങ്ങൾ കരുണ കാണിക്കണം എന്നാ. എന്താ കരുണ നിങ്ങൾ? 1, അതിന് വെള്ളമൊക്കെ കൊടുത്ത് ഉഷാറാക്കുക. 2, മൂർച്ചുള്ള കത്തിയോണ്ട് അറുക്കുക. കാരണം വേദനയുടെ സമയം കുറക്കാൻ വേണ്ടി മൂർച്ചുള്ള കത്തിയോണ്ട് അറുക്കുക. 4, 3 അതിൻ്റെ ജീവൻ പെടഞ്ഞു പോകുന്നവരെ അതിന് പെടയാനും കൊടയാനൊക്കെ ഉള്ള സമയം കൊടുക്കണം. ഇതൊന്നുമില്ലാതെ തിരക്കിൽ അല്ലേ. ഞാനൊരു തമിഴ്നാട്ടിലെ ഒരു കാലിച്ചന്തയിൽ ചെന്നപ്പോൾ അവിടെ അറവിൻ്റെ രീതി കണ്ട എങ്ങനെയാ നിങ്ങൾ? ഇസ്ലാം മോശമാണ്, ഇസ്ലാം ക്രൂരാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഇതൊക്കെ ഒന്ന് കേൾക്കണ്ടേ? എങ്ങനെ അറുക്കണ നിങ്ങൾ? അറുക്കല്ല, ഈ പോത്തും കുട്ടികളെ കെട്ടിത്തള്ളിട്ടിട്ടേ ഒരു തരം പിന്നെ ചുറ്റിക കൊണ്ട് ഈ 2 കൊമ്പുകൾക്കിടയിൽ ആഞ്ഞടിക്കുക. അങ്ങനെ കാലിക്കച്ചവടവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് യാത്ര ചെയ്ത് മാർക്കറ്റിലൊക്കെ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ അറിയാം, ഈ 2 കൊമ്പുകൾക്കിടയിൽ അടിക്കാണ്. അടിച്ചിട്ട് ഇങ്ങോട്ട് വീഴാണ്. എന്നിട്ടത് വീണ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പെടയാനോ ജീവൻ പോകാനോ സമയമല്ല. വീകുന്നോടുകൂടി മരത്തി കിടത്തുന്നു, തോല് പൊളിക്കുന്നു. എത്ര എളുപ്പം നിറങ്ങൾ അല്ലേ. ഇസ്ലാം പറഞ്ഞത് ആ രംഗത്ത് നിങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതിനോട് കരുണ കാണിക്കണം, നല്ല രൂപത്തിലേ ചെയ്യാവൂന്ന് മനോഹരമായിട്ടാണ് പഠിപ്പിച്ചേ. അപ്പോ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ആ ജീവൻ ഇങ്ങോട്ട് പോവുക എന്ന് പറഞ്ഞാലേ, അതിങ്ങോട്ട് എടുക്കുക എന്ന് പറഞ്ഞാലേ അത് ചെറിയ സംഗതിയല്ല. ഈ ജീവിച്ചിരിക്കുന്ന എല്ലാവരും ആ ജീവൻ പോകുന്നതിൻ്റെ വിഭ്രാന്തി, അത് കുട്ടിയാവട്ടെ വലുതാവട്ടെ, അത് അനുഭവിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് ഒരു വ്യക്തി മരണപ്പെടുമ്പോൾ അയാൾക്കൊരു റാഹത്തുള്ള മരണം കൊടുക്കണം എന്ന് ആൾക്കാർ പറയല്. പൊതുവെ ലോകത്തൊരു വിഷയമുണ്ട്. എന്താ നിങ്ങൾ? നല്ല മരണം ജീവിതത്തിൽ അങ്ങനല്ലേ. നമ്മൾ നല്ല ജീവിതം, ലോകത്ത് ഏറ്റവും നല്ല ജീവിതം നയിക്കുന്ന, സുഖകരമായ ജീവിതം നയിക്കുന്ന ഒരു ഹാപ്പി ഇൻഡെക്സ് ഇല്ലേ, സന്തോഷകരമായ ജീവിതം നയിക്കുന്ന ആൾക്കാർ നോർവേ, സ്വീഡൻ പോലുള്ള അത്തരം രാജ്യങ്ങളിലാണെന്നൊക്കെ നമ്മൾ വായിച്ചിട്ടില്ലേ. ഈ ഹാപ്പി ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടെ ജീവിക്കുന്ന മനുഷ്യന്മാരെ ഇൻഡെക്സ് ആണെങ്കിലേ, മരണം സന്തോഷമാക്കുക, ഹാപ്പി ഡെത്ത് അല്ലേ, സന്തോഷകരമായ മരണം. അതെന്താ സന്തോഷകരമായ മരണം എന്ന് പറഞ്ഞാൽ? എനിക്കറിയോ, അങ്ങനെ പഠനം ലോകത്തുണ്ട്. എന്താണ് സന്തോഷകരമായ മരണം എന്ന് പറഞ്ഞാൽ? മരിക്കാൻ കിടക്കുന്ന ഒരു വ്യക്തിക്ക് ചില ആഗ്രഹങ്ങൾ ഉണ്ടാവുന്ന, എനിക്ക് മരണം ഉറപ്പാണ് എന്നൊരാൾക്ക് ബോധ്യമാകുമ്പോൾ അയാളുടെ മനസ്സിലുണ്ടാകുന്ന ചില ആഗ്രഹങ്ങളുണ്ട്. അത് അറിയാൻ എന്താ മാർഗം? ഒരു വ്യക്തിക്കും അത് പറയാൻ പറ്റൂല. പക്ഷെ ലോകത്ത് ആ വിഷയത്തിൽ പഠനം നടന്നിട്ടുണ്ട്, മതപരമായി പഠനം നടന്നിട്ടുണ്ട്, സാംസ്കാരികമായി ശാസ്ത്രപരമായി പഠനം നടന്നിട്ടുണ്ട്. ഒരു മരിക്കാൻ കിടക്കുന്ന വ്യക്തിയുടെ മനസ്സിലൂടെ അവസാനം കടന്നു പോകുന്ന ചിത്രങ്ങൾ ഇത് ആധുനിക വൈദ്യശാസ്ത്രം പറയുന്നുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ കാണാനുള്ള കൊതി, ജീവിതത്തിലേറെ ഇഷ്ടപ്പെട്ട മുഖങ്ങൾ മനസ്സിലൂടെ ഇങ്ങനെ മിന്നിമറയുന്ന ആ സമയങ്ങളിലൊക്കെ സൗദി അറേബ്യയിലെ ആരോഗ്യ മന്ത്രാലയം ദമാമിലുള്ള പ്രധാനപ്പെട്ട 4 ആശുപത്രികളുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ ഒരു ഗവേഷണം നടന്നിട്ടുണ്ട്. ഒന്നല്ല, ഒന്നിലേറെ ഗവേഷണങ്ങൾ. അത് ഒരു മതവുമായി ബന്ധപ്പെട്ട ഗവേഷണമാണ്. ഒരു വ്യക്തിയുടെ അവസാനത്തെ അവന്റെ മനസ്സിലെ അവസ്ഥകൾ എന്തായിരിക്കും മരിക്കുന്ന സമയത്ത്. ആ ഗവേഷണങ്ങളിലൂടെ
3 കാര്യങ്ങൾ അവർ ലോകത്തിന് വെളിപ്പെടുത്തി. ഒരു വ്യക്തി, മരണാസന്നനായ വ്യക്തി, തൻ്റെ മരണത്തിൻ്റെ അവസാന സമയങ്ങളിൽ താൻ ഏറ്റവും സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരെ കാണണമെന്ന് ആഗ്രഹിക്കും. ഇണകൾ, മക്കൾ, മാതാപിതാക്കൾ, അങ്ങനെ പ്രിയപ്പെട്ടവരെ കാണണമെന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടാവുന്ന. 2, അയാളൊരു വിശ്വാസിയായ മനുഷ്യനാണെങ്കിൽ തൻ്റെ മരണസമയത്ത് വിശ്വാസപരമായി തന്നെ സഹായിക്കാൻ പറ്റുന്ന ആൾക്കാർ കെലിമ ചൊല്ലിക്കൊടുക്കാനും നേർക്കുനേരെ കിടത്താനും, അങ്ങനെ ഒരാൾ മരണപ്പെട്ടാൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരാൾ തൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് അയാൾ ആഗ്രഹിക്കുമത്രേ. 2. 3 എന്താ പറഞ്ഞറിയോ? ഏതൊരു മനുഷ്യനും മരണസമയത്ത് സ്വകാര്യത ആഗ്രഹിക്കുന്ന, ഒന്നായിട്ട് ആൾക്കാരുടെ ഇടയിൽ പരസ്യമായിട്ട് മരിക്കാനല്ല, മരിക്കുന്ന സമയത്ത് ഒരു വ്യക്തിയുടെ ശരീരത്തിൽ ഒന്ന് വേദന, നമുക്ക് വേദന ഉണ്ടായാൽ തന്നെ നമുക്ക് പിന്നെ ആരും കാണുന്ന ഇഷ്ടമല്ലല്ലോ അല്ലേ? ഒരു വേദന ഉണ്ടായാൽ നമ്മൾ ആരും കാണാത്തൊരിടത്ത് കിടക്കാനാണ് ഇഷ്ടപ്പെടുക. കാരണം നമ്മുടെ വേദനയും നമ്മുടെ കരച്ചിലും നമ്മളെ ഇടങ്ങേറും നമ്മുടെ പ്രയാസം നമ്മുടെ നിശ്വാസം മാത്രമല്ല, ചില വ്യക്തികളിൽ നിന്ന് ആ സമയത്ത് മലമൂത്ര വിസർജ്യങ്ങൾ വരെ അവർ അറിഞ്ഞോ അറിയാതെയോ പുറത്തു പോകും. ഇതൊക്കെ പബ്ലിക്കായിട്ട് ആൾക്കൂട്ടത്തിന്റെ മുമ്പിലോ പരിചയമില്ലാത്തവർക്ക് മുമ്പിലോ നടത്തുന്നത് ഒരാൾ ഇഷ്ടപ്പെടൂല. അതുകൊണ്ട് മരണസമയത്ത് സ്വകാര്യത ആഗ്രഹിക്കും അത്രേ ആളുകൾ. ഇതൊക്കെ ഒരു വ്യക്തിക്ക് കിട്ടിയിട്ട് അയാൾ മരിക്കുമ്പോ ആ മരണമാണ് നല്ല മരണം എന്ന് ഇവിടെ രേഖപ്പെടുത്തിയത്. അതായത് തൻ്റെ പ്രിയപ്പെട്ട ആളുകൾ ഒരെ കൈയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ആ സന്തോഷത്തോടെ, അല്ലെങ്കിലും സങ്കടമാണെങ്കിലും ആ കരയുന്ന മുഖങ്ങളൊക്കെ കണ്ട് അങ്ങനെ കെലിമയൊക്കെ ചൊല്ലിക്കൊടുത്ത് പാപ്പാൻ്റെ കയ്യും കാലൊക്കെ നേരെയാക്കിയിട്ട് അങ്ങനെ അങ്ങോട്ട് മരിക്കുക. തൻ്റെ ആഗ്രഹമുള്ള ആളുകളൊക്കെ ഉണ്ടാവുക, കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ ആൾക്കാരൊക്കെ അടുത്തുണ്ടാവുക. പരസ്യമായിട്ട് ആൾക്കാരുടെ മുമ്പിലല്ല, ഒരു ഇത്തിരി രഹസ്യ സ്വഭാവത്തോടു കൂടി അതങ്ങോട്ട് കഴിഞ്ഞു പോവുക അല്ലേ? എന്നാല് അത് കിട്ടാത്ത ചില മരണങ്ങളുണ്ട്. ഈ പറയപ്പെട്ട ഈ ഗുഡ് ഈ സന്തോഷകരമായ മരണം, ഇതിന്റെ രസന്തരങ്ങൾ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഈ ഇതുപോലത്തെ മരണം എത്ര പേർക്ക് കിട്ടുന്നുണ്ട് എന്ന ഒരു ഗവേഷണത്തിന്റെ ഉത്തരതരങ്ങൾ 3% ആൾക്കാർക്ക് അവർ ആഗ്രഹിച്ചതുപോലുള്ള ഇങ്ങനത്തെ ഒരു മരണം കിട്ടുള്ളൂ എന്നാ. ബാക്കിയുള്ള മരണമൊക്കെ വല്ല റോഡിന്റെ പക്കത്തുനിന്നോ, അല്ലെങ്കിൽ ആൾക്കാർ തച്ചൊല്ലേ, അല്ലെങ്കിൽ കത്തിക്കുത്തേറ്റിട്ടോ, വാഹനം തട്ടിയിട്ടോ, ആശുപത്രിന്നോ എവിടുന്നേലൊക്കെ അയച്ച്. കേരളത്തിൽ ഇതിന്റെ ഇൻഡെക്സ് ഇത്തിരി ഉയർന്നതാണ്. കാരണം ആരോഗ്യപരമായിട്ട് ബോധമുള്ള ആളുകളും സാംസ്കാരികമായി കുടുംബമായി ജീവിക്കുന്ന സംവിധാനങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഇത് ഇത്തിരി അതിന്റെ ഇൻഡെക്സ് ലേശം ഉയർന്നു നിൽക്കുന്നുണ്ട് കേരളത്തിൽ നിന്നാണ്. ഇതിന്റെ മറ്റൊരു സംഗതി എന്താ? ഈ മരണം ഏറ്റവും കൂടുതൽ കിട്ടുന്നത് പാവപ്പെട്ട മനുഷ്യന്മാർക്കാണെന്നാ. പൈസക്കാരും ഇടത്തരക്കാർക്കും ഈ മരണം കിട്ടുന്നില്ല. കാരണം എന്തേലൊക്കെ പ്രയാസം വരുമ്പോഴേക്ക് നേരെ ആശുപത്രിക്ക്, പിന്നെ നേരെ ICUക്ക്, പിന്നെ ഒരു വിവരമില്ല. പിന്നെ ഇങ്ങനെ തണുപ്പ് ഒരു തുള്ളി പോലും പറ്റാത്ത നമ്മുടെ വീട്ടിലത്തൊക്കെ പ്രായം ചെന്ന ആൾക്കാരെ നമ്മൾ ICU കൊണ്ടേ കിടത്തുകയാണ്. ആ തണുപ്പിൽ മിണ്ടാൻ പറ്റാതെ ഈറ്റങ്ങൾ ഇങ്ങനെ ബെറുങ്ങലിച്ച് കിടക്കല്ലേ ബ്ലാങ്കറ്റിന്റെ ഉള്ളിൽ. തണുക്കുന്നുണ്ട് എന്ന് പറയണ ആരോടറിയങ്ങള്? തൻ്റെ പേരക്കുട്ടിന്റെ അത്ര പോലും പ്രായമില്ലാത്ത നേഴ്സ് ഉണ്ടാവുകരുത്ത്. ഓള് നേരം പോകാൻ വേണ്ടി മൊബൈലിലോ അല്ലെങ്കിൽ വല്ല മാഗസിനോ വീക്കിലോ ഒക്കെ വായിച്ച് കേൾക്കാനും ഇടക്കിടക്ക് മൂപ്പര മുഖത്തൊക്കെ നോക്കുക, പിടിച്ചോക്കും, ഭീമം പോയില്ല, മരിച്ചിട്ടില്ല, ജീവിച്ചിരിക്കുന്നുണ്ട്, പിന്നെ ബാക്കി വായിച്ചും എന്തേലും പറഞ്ഞാൽ അപ്പം ഒച്ചടും. മര്യാദക്കര കടന്നോളി, നിങ്ങളെ പേരല്ല ആശുപത്രിയാണ്. സാധു മനുഷ്യൻ ഒരു ഗ്ലാസ് വെള്ളം ചോദിക്കാൻ പോലും പറ്റണില്ല. പിന്നെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന രോഗി മരിക്കണ ഒച്ച, അവിടെ രോഗിനെ കാണാമെന്ന അയാളുടെ ബന്ധുക്കളുടെ അലമുറ കരച്ചിൽ, അടുത്തത് ഞാനാകുമല്ലോ എന്ന് പേടിച്ച് മൂപ്പര് ഇങ്ങനെ മിണ്ടാതെ ഇടങ്ങേറായി കിടക്കുക. എന്തൊരു ഇടങ്ങേറ് പിടിച്ച മരണാലേ. മാത്രല്ല BP പാപ്പി ആകെ ഒച്ചയും പൊളിയും. അവസാന സമയത്തും ഡോക്ടർമാർ ഇഞ്ചക്ഷൻ കൊടുക്കുന്നു, അതാക്കണ് ഇതാക്കണ്, ജീവൻ രക്ഷപ്പെടുത്താനുള്ള അവസാന ശ്രമം എന്നാ പറയാ. എന്തൊരു ശ്രമങ്ങൾ കിടക്കണല്ലേ. നമുക്കറിയാം, ഒരു രോഗിക്ക് ആ രോഗിൻ്റെ കൂട്ടിരുന്ന സമയത്ത് ഒരു നേഴ്സ് വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ രോഗിക്ക് പിന്നെ കുടിക്കാൻ കഞ്ഞി ജ്യൂസ് അടിച്ചു കൊണ്ടുവരണം. ഞങ്ങൾ അത്ഭുതപ്പെട്ട്, പഠിച്ചോനെ ഇത്രയൊക്കെ സുഖമായോ? ആ കഞ്ഞി ജ്യൂസ് അടിച്ച് ആ പാത്രം ഉള്ളിക്കാൻ കൊടുത്ത് 5 മിനിറ്റ് ആയപ്പോൾ വേറെ നേഴ്സ് വന്നോളി വെള്ളം കൊടുക്കാനായിക്കണ്, സംഗതി തീരുകയാണ് പറഞ്ഞു. അത് കഴിഞ്ഞും ചെയ്തു. ആ കഞ്ഞിൻ്റെ ബക്കറ്റ് പാത്രം അവിടെ തന്നെ അങ്ങനെ കിടക്കുന്നുണ്ടായിന്. ഇപ്പം ഞാൻ പറഞ്ഞ എന്താ നിങ്ങൾ എല്ലാവരോടും പറയണേ, ഒരു മരണം ഒരാൾക്ക് ഉറപ്പാവുകയാണെന്ന് കണ്ടാൽ പിന്നെ പരീക്ഷണത്തിന് നിൽക്കരുത്. ബന്ധുക്കളെ സുഹൃത്തുക്കളെയൊക്കെ വീട്ടിൽ നമ്മളെ ഭദ്രമായിട്ട് വേണ്ടപ്പെട്ടവരുടെയൊക്കെ മുമ്പിൽ കിടത്തുക. ഇത് ഒരു പരിചയമില്ലാത്ത നേഴ്സുമാരും ഡോക്ടർമാരും മുമ്പിലേക്ക് ഇട്ടുകൊടുത്തിട്ട് അവസാനം ഓല് വെള്ളം കൊടുക്കാൻ വേണ്ടി എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഒരു 3-4 രോഗികൾക്ക് ഈ അവസ്ഥയിൽ വെള്ളം കൊടുത്തിട്ടുണ്ട്. ആ വെള്ളം കൊടുത്തതിൽ ഞാൻ കൊടുത്ത 3 ആളുകളും കൊടുത്ത വെള്ളം കവിളിലൂടെ അങ്ങനെ അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ
അതിങ്ങനെ അടുത്തുള്ള നഴ്സ് കോട്ടൺ കൊണ്ട് ഇങ്ങനെ തുടച്ചേക്കുക. ആ വെള്ളം ഉള്ളിക്ക് പോയിട്ടില്ല എന്ന് എനിക്ക് 100 വട്ടം ഉറപ്പാണ്. കാരണം എപ്പോഴോ മരിച്ചിട്ടുണ്ട്. ഞാൻ ആ വെള്ളം കൊടുക്കുന്നതിന് മുമ്പേ ആ രോഗി മരിച്ചിട്ടുണ്ട്. ആരെ കണ്ടത്? ആഗ്രഹിച്ചക്കൂലെ ഒന്ന് കണ്ടെങ്കിന്ന്? കിട്ടിയോ? ഇല്ലല്ലോ. ഈ പരിചയമില്ലാത്ത മുഖങ്ങളും ഈ വലിയ തണുപ്പും ഈ യന്ത്രങ്ങളുടെ ശബ്ദവും അപ്പുറത്തുള്ള കരച്ചിലും അട്ടഹാസങ്ങളും കേട്ടുകൊണ്ടല്ലേ പോയത് അല്ലേ? ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞാട്ടോ, ധൈര്യം ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പറയാം. എനിക്കങ്ങനെ നമുക്ക് അനുഭവമുണ്ട്. ഉമ്മ പറഞ്ഞിത്ര മക്കളോട്, മക്കളെ ഉറപ്പാണ് നിങ്ങൾക്ക് തോന്നിയാൽ പിന്നെ നിങ്ങൾ ഇന്നെ വീട്ടിലേക്ക് കൊണ്ടുവരണം കേട്ടോ, ഇന്നെ നിസ്കാര കുപ്പായിട്ട് ഇവിടെ കിടത്തണം കേട്ടോ, മക്കൾ ഇവിടെ ഉണ്ടാവണം കേട്ടോ. അങ്ങനെ തന്നെ കഴിഞ്ഞ് മക്കൾക്കും സന്തോഷം. എന്തേ ഒന്നുമില്ല, ഉമ്മ മരിച്ച സന്തോഷമല്ല, ഉമ്മ പറഞ്ഞതുപോലെ ഒരു മരണത്തിൻ്റെ അവസ്ഥ ഉമ്മക്ക് ഒരുക്കി കൊടുക്കാൻ പറ്റിയല്ലോ എന്നുള്ള സന്തോഷം. അപ്പോൾ ഇതൊക്കെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ എങ്ങനെ നമ്മൾ അംഗീകരിക്കണം. ചില ആൾക്കാർക്ക് മരിക്കുക എന്ന് പറയണേ പേടിയാണ്. നമ്മുടെ പേര് ചേർത്ത് മരണത്തെപ്പറ്റി പറയണേന്ന് പേടി. അത് പറഞ്ഞ നാവുണ്ടല്ലോ പ്രശ്നമാണ്. അത് പറഞ്ഞാൽ പിന്നെ പേടി അല്ലേ? പണ്ട് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ക്യാൻസർ രോഗിക്ക് വേണ്ടി പിരിക്കേണ്ടി വന്നൊരു ഉസ്താദിൻ്റെ കഥ അതാ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉസ്താദ് ഇങ്ങനെ പറയാം, ഇതിപ്പോൾ ഇന്നിപ്പോൾ അയാൾക്കാണ് ക്യാൻസർ, നാളെ ചിലപ്പോൾ നിങ്ങൾക്ക് ആയിരിക്കുമല്ലോ ഇക്കാരം, മറ്റന്നാൾ ചിലപ്പോൾ എനിക്ക് ഇക്കാറെന്ന് പറഞ്ഞ് നെഞ്ചത്ത് കൈവച്ച നെട്ടീന, മറ്റന്നാളും നിങ്ങൾക്ക് തന്നെ ഇക്കാറെന്ന് പറഞ്ഞല്ലോ. കാരണം അവനിലേക്ക് മരണത്തെ ചേർത്ത് പറയുമ്പോൾ ഒരു പേടി എല്ലാവരുടെ മനസ്സിലുണ്ട്. പക്ഷെ ചില കാര്യങ്ങൾക്ക് അറിയില്ലേ, സൈക്കോളജി ഒക്കെ പഠിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കണം. അതിൽ നിന്ന് മോചനം ഉണ്ടാവൂല, അത് നടക്കും എന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ പരിഭ്രാന്തിയും പേടിയും ഒരു പരിധി വരെ ഇല്ലാതാക്കണം. ഞാൻ മരിക്കും, എല്ലാവരും മരിക്കും, എല്ലാവരും മരിക്കും. അത് ജീവിതത്തിലെ ഏറ്റവും വലിയ അനിവാര്യതയാണ്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ അംഗീകരിക്കുക. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ചില ആൾക്കാരെ കണ്ടില്ലേ, നേരത്തെ ഖബറ് കുത്തിവെക്കണം എന്ന് പറയുന്ന ആൾക്കാർ. നമുക്ക് ചില ആൾക്കാർക്ക് ഖബറ് കാണുന്നത് പേടിയാ, ചില ആൾക്കാർക്ക് മയ്യത്തിൻ്റെ അടുത്ത് പോകുന്നത് പേടിയാ. തൊട്ടടുത്ത വീട്ടിലെ ആ കാരണവർ മരിച്ചിട്ട് നിങ്ങളെന്താ കാണാൻ പോകാത്ത? എനിക്ക് മയ്യത്തിൻ്റെ അടുത്ത് പോകുന്നത് പേടിയാണ്. എന്ത് പേടിയാണ് അല്ലെ? എന്താണ് ആ പേടിൻ്റെ അർത്ഥം? ചില ആൾക്കാർക്ക് ഖബറ് കാണുന്നത് പേടിയാ, ചില ആൾക്കാർക്ക് പള്ളിപ്പറമ്പിന്റെ സൈഡിൽ കൂടെ നടന്നു പോണേ പേടിയാ അല്ലേ? 10 ആൾക്കാർ, ജീവനുള്ള ആൾക്കാർ ഇരിക്കുന്ന സ്ഥലത്ത് കൂടെ നടക്കാൻ പേടില്ലാത്ത ആള്, ഒരാൾ മരിച്ചിട്ട് മറവ് ചെയ്ത പറമ്പ് കൂടെ പോകാൻ മൂപ്പർക്ക് പേടിയാ. എന്താണ് ആ പേടിന്റെ അടിസ്ഥാനം അല്ലേ? അപ്പൊ മരണം എന്നതൊരു യാഥാർത്ഥ്യമാണ്. അത് ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിലും, മനുഷ്യന്റെ തുടക്കം മുതൽ ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിലും മരണം ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ അംഗീകരിച്ച് വെക്കുക. അതുമായി ബന്ധപ്പെട്ട മാനസികമായ ഒരുക്കങ്ങൾ പ്രവാചകൻ പറഞ്ഞില്ലേ, നിങ്ങൾ മരണത്തെക്കുറിച്ചുള്ള ചിന്ത ധാരാളമായി നിങ്ങളുടെ എല്ലാ ആസ്വാദനങ്ങളെയും മുറിച്ചു കളയുന്ന ആ മരണമുണ്ടല്ലോ, അതിനെപ്പറ്റിയുള്ള ചിന്ത നിങ്ങൾ വർദ്ധിപ്പിക്കുക. എന്തിനാണത്? അത് നിങ്ങളുടെ ജീവിതത്തെ ഭയങ്കരമായിട്ട് മാറ്റിമറിക്കുന്ന, തമാശയൊക്കെ കണ്ട് ചിരിച്ചിങ്ങനെ മറിഞ്ഞ് ആകപ്പാടെ തല കുത്തി ചിരിക്കണ സമയത്ത് ഉള്ളുകൂടെ ഇങ്ങനെ ഒരു വേദന ഇങ്ങനെ അങ്ങോട്ട് മേലേക്ക് കയറിയണ്ടല്ലോ, ഓൻ്റെ ചിരി കാണാൻ കോടി ഇങ്ങനെ നിൽക്കണ്. എന്തേ പറ്റിയ ഒന്നുമില്ല, ഒരു വേദന ഇങ്ങനെ അങ്ങോട്ട് കയറിയതാ. എന്താ പ്രശ്നം? പേടി, മരണം എന്ന ചിന്ത ഒരു മനുഷ്യൻ്റെ. ഞാൻ എൻ്റെ ഒരു അനുഭവം എപ്പോഴും പറയാറ്. ഒരിക്കൽ ഞാൻ സൗദി അറേബ്യൻ എയർലൈൻസിൽ മക്കയിലേക്കുള്ള ജിദ്ദയിലേക്കുള്ളൊരു യാത്രയിൽ ഒരു എന്തോ പെട്ടിട്ട് ഫ്ലൈറ്റ് നന്നായിട്ടാകെ കൂലിങ്ങി തെറിച്ച്, അതുവരെ ആളുകളൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് സിനിമ എന്തൊക്കെയോ കണ്ടിങ്ങനെ ആസ്വദിച്ച് ഹാപ്പി ആയിട്ട് ഇരിക്കേനി, ഭക്ഷണം കഴിക്കുന്ന അങ്ങനെ സന്തോഷേനി. അപ്പോൾ അവിടെ അങ്ങനെ ഫിലിമൊക്കെ അങ്ങനെ പ്രദർശിപ്പിച്ചേനി. അങ്ങനെയാണ് ഈ ഇളക്കൊക്കെ ഉണ്ടായത്. ആകെ കെലിമയൊക്കെ ചൊല്ലി കുറേ ആൾക്കാർ യാസീൻ ഓതി, ആകെ ഒരു 10-15 മിനിറ്റ് വിമാനത്തിലുള്ള നല്ല രസം, ബഹളം, നോത്ത്, പ്രാർത്ഥന എല്ലാം പാടെ. അത് കഴിഞ്ഞ് വിമാനം ഇങ്ങനെ കുറച്ചിങ്ങനെ പോയി ഇങ്ങനെ ഇഷ്ടം, കുഴപ്പമില്ല, ഉഷാറായി. അപ്പോൾ സീറ്റ് ബെൽറ്റൊക്കെ അഴിക്കാന്നുള്ള സൈനൊക്കെ വന്ന് എല്ലാവർക്കും സന്തോഷമായി. അപ്പോൾ ഈ ഓഫാക്കിയ സിനിമ ഏതൊരു എയർ ഹോസ്റ്റസ് പോയിട്ട് രണ്ടാമത് ആ സിനിമ ഇട്ട്, പടച്ചോനെ ഓള് മരിച്ചാതെ ബാക്കിയായത് ആയുസിൻ്റെ നീളം കൊണ്ടാ, ചീത്തങ്ങനെ പറഞ്ഞിട്ട് ആൾക്കാരോളെ ആരാണ് ഓഫാക്കിയത് ഇതൊക്കെ പറഞ്ഞു. അപ്പം അതുവരെ അത് കണ്ടിക്കേനി ഒരു കുഴപ്പമില്ലായി. പക്ഷെ ഒരു ചെറിയ മരണത്തെക്കുറിച്ചുള്ള പേടി മനസ്സിലേക്ക് കയറിയപ്പോൾ പിന്നെ ഒന്നും വേണ്ട. നമ്മളെ സത്താർ കൂളിമാണ്, അദ്ദേഹം ഒരു തമാശ പറയാറുണ്ട്. നമ്മളിങ്ങനെ ഒരു മയ്യത്ത് മറവ് ചെയ്യണ തുണി എന്തായാലും ഒരു പെരിയിൽ എപ്പോഴും വേണ്ടി വരും. അപ്പം നമ്മളൊക്കെ നാട്ടിലുള്ള ഈ ടെക്സ്റ്റൈൽസ് നടത്തുന്ന ആളുകൾ വീട്ടിൽ കൊണ്ടുപോയി വെക്കല ഈ കഫം പുടവ പലപ്പോഴും. എന്താ കാരണം എന്നറിയോ?
ഈ നട്ടപ്പാതിരക്ക് ആൾക്കാർ വന്നാൽ പീടിക തുറന്ന് കണ്ട് എടുത്തു കൊടുക്കാനുള്ള പ്രയാസം കൊണ്ട് അത് അങ്ങനെ ഒരു 3-4 സെറ്റൊക്കെ വീട്ടിൽ കൊണ്ടുപോയി വെക്കും. നമ്മളെ വീട്ടിലൊക്കെ ഒന്ന് നേരത്തെ വാങ്ങി വെക്കാം, എന്തായാലും വേണ്ടി വരുമല്ലോ, എന്തായാലും വേണ്ടി വരും. അപ്പൊ അത് വാങ്ങി വെക്കണ സാധനം ഇങ്ങനെ നമ്മളെ ലിവിങ് റൂമിലൊക്കെ ഇങ്ങനെ ആ ഷോക്കേഴ്സിൽ ഇങ്ങനെ കാണുന്ന രൂപത്തിൽ ഇങ്ങനെ വെച്ചാൽ അതുകൊണ്ട് കുറെ മെച്ചമുണ്ടെന്നാണ് നമ്മളെ സത്താറ് കൂളിമാട് പറയാല്. ആൾക്കാർ വന്ന് ടി വിക്കൊക്കെ നോക്കി ആകെ രാഷ്ട്രീയം ചർച്ചയൊക്കെ ഒച്ചമുളിയൊക്കെ ആയിട്ട് സിനിമയെ കണ്ടു നിൽക്കുമ്പോൾ അത് എൻ്റെ എപ്പോഴും തുണി ഒന്നുമില്ല, അതിങ്ങനെ മരിക്കുമ്പോൾ മയ്യത്ത് കഫൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുവച്ച തുണിയാറിനോ കണ്ടി ടി വിൻ്റെ മുമ്പിലെ കസേരയൊക്കെ പുറത്തേക്ക് ഇടും. ഭർത്താനം മാറും. ഇപ്പം മയൊന്നില്ലേ, എങ്ങനെയുണ്ട് കൃഷിയൊക്കെ ഉസാറല്ലേ, എത്ര എളുപ്പം മാറും. കാരണങ്ങൾ അവൻ്റെ ചിന്ത അങ്ങോട്ട് മാറി. മരണത്തെക്കുറിച്ച് പറയുന്നതോടുകൂടി ഒരു മനുഷ്യൻ്റെ ചിന്തയിൽ ഭയങ്കര മാറ്റം ഉണ്ടാവുക. വീട്ടിലിങ്ങനെ ഒരു ഹാളൊക്കെ നമ്മൾ ലിവിങ് റൂമൊക്കെ വലിയതാക്കിയപ്പോൾ മക്കൾ ചോദിക്കും എന്തിനോ ആ പത്രം വലിയതൊക്കെ. ഒന്നുമില്ലടാ, മരിക്കുമ്പോൾ ഒരു 4 സെഫ് ഇമാമെന്ന് നിസ്കരിക്കാൻ പറ്റിയ സ്ഥലം ഉണ്ടെങ്കിൽ നല്ലതല്ലേ. ചീറി നിൽക്കും. നല്ലതാ. ഒരു ബാത്റൂം ഉണ്ടാക്കുമ്പോൾ കുറച്ച് വലിയ ബാത്റൂം. എന്തിനാ അപ്പം ഈ വലിയ ബാത്റൂം? ഒന്നുമില്ലടാ, മരിച്ചുമ്പോൾ മയ്യത്ത് കുളിപ്പിക്കാൻ പിന്നെ കമ്പിപ്പാരക്ക് പായണ്ടല്ലോ. എവിടെ മരിച്ചാലും കാണാം ഒരാൾ പായുന്നത്. കമ്പിപ്പാരക്ക് പായുന്നത് മുഴുവൻ മരിച്ചായിട്ട് തച്ചൊല്ലാനാ അല്ലേ? ഓട്ടത്താൻ റൂമിന് ഓട്ട കുത്തി പുറത്തേക്ക് പൈപ്പിട്ട് എന്തറിയാ എട്ടെങ്കറിയങ്ങൾ. എൻ്റെ ഒരു നല്ല ബാത്റൂം ഉണ്ടാക്കിയാൽ ഒരു മയ്യത്തിനങ്ങനെ പിടിച്ചുകൊണ്ടുപോയിട്ട് വിലങ്ങിന് കിടത്താൻ പറ്റിയ അല്ലെങ്കിൽ നീളത്തിൽ കിടത്താൻ പറ്റിയ ഒരു ബാത്റൂം. അപ്പം ചില ആൾക്കാർക്ക് മയ്യത്തിനെ ബാത്റൂമിൽ നിന്ന് കുളിപ്പിക്കേ. കൂട്ടറ ജീവുള്ള കാലത്ത് നിർബന്ധമായ കുളി ബാത്റൂമിൽ നിന്ന് കുളിച്ചോളാം നമ്മൾ. അത്രല്ലല്ലോ മരിച്ച ശേഷമുള്ള കുളി. എന്താ പിന്നെ അവിടുന്ന്. എന്നിട്ട് മാത്രമല്ല, ആ വെള്ളം ബാത്റൂമിൻ്റെ വെള്ളം പോണ ടാങ്കിക്ക് ചാടാതിരിക്കാൻ ഇപ്പുറത്ത് കുഴി കുത്തി പൈപ്പിട്ട് എന്തൊക്കെ ഡങ്കാറാ മനുഷ്യന്മാരല്ലേ ഉണ്ടാക്കണത് അല്ലേ? നമ്മൾ ജീവുള്ള കാലത്ത് കുളിക്കുന്ന പോലെ കുളിക്കാൻ പറ്റാത്തതുകൊണ്ട് വേറെ ആൾക്കാർ കുളിപ്പിക്കുക എന്നല്ലാതെ ആ കുളിക്ക് വേറെയുള്ള പ്രത്യേകതയുണ്ടോ? ആ വെള്ളം, ആ സോപ്പ് ഒക്കെ ഒഴിവാക്കി എന്താ രോഗമൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കുക എന്നല്ലാതെ ഇതൊക്കെ ഒരു ആചാരമായിട്ട് പല ആൾക്കാർ ഇപ്പോഴും വലിയ വലിയ വീടുള്ള ആൾക്കാർ പോലും മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി വീടിൻ്റെ പുറത്ത് പരമ്പ് കൊണ്ട് മറ കെട്ടിയിട്ട് കുളിപ്പിക്കുന്ന മയ്യത്തുകൾ ഇപ്പോഴുണ്ട്, ഇപ്പോഴും ഉണ്ട് അല്ലേ? അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സമൂഹത്തിലൊരു ബോധം, മരണത്തെ ഒരാഘോഷമായി കാണുന്ന ഒരു ലോകത്താണ് ഇപ്പം നമ്മൾ ജീവിക്കണേ. ഒരാൾ മരിച്ചു കിട്ടിയാൽ ഇവർ ആഘോഷമാണ്. ഒരു വണ്ടി കൂടെ പോകും. ഞാനുണ്ട്, എൻ്റെ നാട്ടിൽ 2-3 ആൾക്കാരുണ്ട് കാറിൽ പോവുക. അപ്പോൾ റോഡ് സൈഡിൽ ഇങ്ങനെ ബൈക്ക് നിർത്തിയിട്ടുണ്ട്, കുറേ വണ്ടിയൊക്കെ ഉണ്ട്, കുറേ ആൾക്കാരുണ്ട്. എന്താപ്പോൾ മരണമാണോ കല്യാണമാണോ പുറത്തം കിട്ടില്ല, അത്ര ആൾക്കാരുണ്ട്, ആണും പെണ്ണൊക്കെ. അപ്പം മൂപ്പരിങ്ങനെ പുറത്തേക്ക് ഗ്ലാസ് താത്തിയിട്ട് പുറത്ത് മരണമാണെന്ന് തോന്നുന്നു. മണവും ഗുണമൊന്നും കാണാല്ല, അതോ പോക്കരമില്ല. ഉണ്ടെങ്കിൽ കാണാനി ജിഹാദും കൊലയും പ്രണയ ജിഹാദും ഒക്കെ കാണാൻ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ അതൊരു വാർത്തയായില്ല. 19 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ അതിക്രൂരമായിട്ട് കൊന്നിട്ട്, എന്തിനാ കൊന്നത് സംശയം. ഇപ്പോഴത്തെ തലമുറ അങ്ങനെയാണ്, ഓൾക്ക് കൊല്ലുക മരിക്കുക ഇതൊരു പ്രശ്നമാണ്. ഞാനിപ്പോൾ അടുത്ത ദിവസം ഒരു പ്രശസ്തനായ ഒരു ടെലിവിഷൻ അവതാരകൻ അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്. പണ്ടൊക്കെ നമ്മൾ ഫാമിലിനെയും കൂട്ടി അങ്ങാടി കൂടെ പോകുമ്പോൾ നമ്മളെ വണ്ടിമേ വല്ല ബൈക്കോ എന്തൊക്കെ തട്ടിയാൽ നമ്മളിങ്ങോട്ട് ഡോറൊക്കെ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഇങ്ങോട്ട് ഉറക്കങ്ങോട്ട് അടച്ചിട്ട് നമ്മളെ കുടുംബത്തിൻ്റെ മുമ്പിൽ ആളാകാൻ വേണ്ടി 4 ഡയലോഗുണ്ട്. അതാക്കും ഇതാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ബ്ലോക്ക് ചെയ്ത് പ്രശ്നീകാരം. ഇപ്പോൾ വണ്ടിമേ വല്ലതും തട്ടി അങ്ങനെ നോക്കും, ആരാണ് 2-3 ആൾക്കാരുള്ള ബൈക്കാണെങ്കിലേ മുണ്ടാതെ ഉള്ളു കുത്തിരിക്കാൻ നല്ലേ. പുറത്തിറങ്ങി വർത്താനം പറഞ്ഞാലേ ഓല് വർത്താനം പറയില്ല, ഓലത്ത് കമ്പി ഉണ്ടാവും, കുത്തലേക്കാരം ഓല് പോവും, ചിലപ്പോൾ ജയിലിൽ പോവും. പക്ഷെ നമ്മളെ കഥ കഴിഞ്ഞില്ലേ. അപ്പം അങ്ങാടിയിൽ ബഹളം ഉണ്ടാക്കാനോ കച്ചറ ഉണ്ടാക്കാനോ ബോധത്തോടു കൂടി ആരും ഇറങ്ങിപ്പോണ്ട. തിരിച്ച് വണ്ടി കയറുന്ന ഉറപ്പില്ല. കാരണം കൊല്ലലൊക്കെ എന്താ പറയുക, വളരെ ലാഘവത്തോടു കൂടി നടക്കുന്ന സംഗതി. ഒരു ഉസ്താദിൻ്റെ പ്രസംഗത്തിൽ ഞാൻ കേട്ട്, ഇങ്ങനെ വല്യപ്പാൻ്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ഒരു ചക്കൻ്റെ ഓൻ്റെ ഓൻ വരുന്ന ഫോണൊക്കെ നെക്കി കുഴങ്ങി അവസാനം ഫോൺ എടുത്ത് കണ്ട് ഓൻ പറഞ്ഞു, നിൽക്ക് ഞാൻ ഇവിടെ ഒരു ചൊറയിലാണ്, കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചറിഞ്ഞ്. എന്താ ചൊറാറിയങ്ങൾ? ഓൻ്റെ വല്യപ്പ ഭരിച്ചിക്കണ്, അതൊരു ചൊറയാണ്. ഈ ചൊറൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് അത് ഓരോ പ്രദേശത്തും വേറെ വേറെയാണ്. എന്തായിരുന്നാലും ഓനെ സംബന്ധിച്ച് അതൊരു സങ്കടകരമായ വർത്തമാനമോ അല്ല, ഒരു പ്രശ്നമുള്ള പ്രയാസമുള്ള വർത്താനം. അതുകൊണ്ട് തന്നെ എൻ്റെ സംസാരത്തിൻ്റെ ആദ്യ ഭാഗം ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചു. എന്താ പറഞ്ഞറിയോ? മരണം എന്നത് ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിലും മനുഷ്യന്റെ സൃഷ്ടാവ് നിശ്ചയിച്ച ഏറ്റവും അനിവാര്യമായ ഒരു ഘട്ടമാണ്. അതനുഭവിക്കാതെ ഒരു മനുഷ്യനും ഈ ലോകത്ത് നിന്ന് പോവുകയില്ല എന്നത് ആദ്യം നമ്മൾ അംഗീകരിച്ചു വെക്കുക എല്ലാവരും. രണ്ടാമത്തേത്, മരണത്തിൻ്റെ വിഭ്രാന്തി, മരണത്തിൻ്റെ വേദന, മരണത്തിൻ്റെ പ്രയാസം അത് ഉള്ളതാണ്, അതൊരു സങ്കല്പമല്ല.
അത് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ ഏതൊരു മനുഷ്യനും അത് ആസ്വദിക്കും, അനുഭവിക്കും എന്ന് പറഞ്ഞത് അത് ഉള്ളത് കൊണ്ട് തന്നെയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് അനുഭവിച്ചുകൊണ്ടാണ് അതിന്റെ തീവ്രത നമുക്ക് പറഞ്ഞു തന്നത്. അതും നമ്മൾ മനസ്സിലാക്കി വെക്കുക. മൂന്നാമത്തേത്, ഇനി ഇങ്ങനെയൊക്കെയാണ് മരണം നമ്മുടെ സ്വപ്നങ്ങളെ തച്ചുകെടുത്തും, നമ്മുടെ ആഗ്രഹങ്ങളെ ഇല്ലാതാക്കും, നമ്മുടെ അജണ്ടകളെ ഇല്ലാതാക്കും, നമുക്ക് വേദനയും പ്രയാസങ്ങളും തരും, നമ്മുടെ കുടുംബത്തെ അനാഥമാക്കും, നമ്മുടെ സ്വപ്നങ്ങളെ തകർത്ത് കളയും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആ മരണത്തിൽ നിന്ന് വിട്ടു നിൽക്കാനോ മാറി നിൽക്കാനോ ഒരു സെക്കൻഡെങ്കിലും അതിനെ മാറ്റിവെക്കാനോ ഒരാൾക്കും സാധ്യമല്ല. നമ്മളൊക്കെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ പാർലമെന്റേറിയൻ ഒരാളായിരുന്നല്ലോ ഇ അഹമ്മദ് സാഹിബ്. അദ്ദേഹത്തിന്റെ മരണങ്ങൾ ഓർക്കുന്നുണ്ടോ? അദ്ദേഹം മരിക്കുന്നത്, കുഴഞ്ഞു വീഴുന്നത് നമ്മുടെ പാർലമെന്റിലാണ്. നമ്മുടെ പാർലമെന്റിൽ ബജറ്റ് അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ദിവസത്തിലാണ് ഇ അഹമ്മദ് സാഹിബ് കുഴഞ്ഞു വീഴുന്നതും അദ്ദേഹത്തെ പെട്ടെന്ന് തൊട്ടടുത്തുള്ള നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രശസ്തവും പ്രഗത്ഭവുമായ റാം മനോഹർ ലോഹിയ ആശുപത്രിയിലേക്കാണ് അദ്ദേഹത്തെ മാറ്റുന്നത്. അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ട് കുറെ സമയം അദ്ദേഹത്തെക്കുറിച്ച് യാതൊരു വിവരവും പുറം ലോകത്തിന് കിട്ടിയില്ല. ബന്ധുക്കളും ആളുകളൊക്കെ വന്നിട്ട് ആശുപത്രിയുടെ പുറത്ത് അവരെ സെക്യൂരിറ്റിക്കാർ തടഞ്ഞു, ഉള്ളിലേക്ക് പ്രവേശനമില്ല. ഇടയ്ക്കിടയ്ക്ക് മെഡിക്കൽ ബുള്ളറ്റിനുകൾ പുറത്തു വന്നു, ആരോഗ്യസ്ഥിതി കുഴപ്പമില്ല, നന്നാവുന്നുണ്ട്, ഭേദമാകുന്നുണ്ട്, തിരിച്ചു വരുന്നുണ്ട് എന്നൊക്കെയുള്ള അത്തരം സംസാരങ്ങൾ ആശുപത്രിയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ക്രമമായി വന്നുകൊണ്ടിരുന്നു. പക്ഷെ ആരെയും ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ചില്ല. അവസാനം അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന സോണിയാഗാന്ധി അടക്കമുള്ള സീനിയറായ രാഷ്ട്രീയ നേതാക്കന്മാര് ആശുപത്രിയുടെ മുമ്പിൽ വന്ന് ബഹളം വെച്ചപ്പോഴാണ് ഉള്ളിലേക്ക് പ്രവേശനം കിട്ടിയത്. പ്രവേശനം കിട്ടി ഉള്ളിൽ ചെന്നപ്പോ ഇ അഹമ്മദ് സാഹിബ് മരണപ്പെട്ടിട്ടുണ്ട്, മുമ്പേ മരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ മരണവിവരം പുറത്തേക്ക് വന്നില്ല? അതിന്റെ കാരണം, ഒരു പാർലമെന്റ് നടന്നുകൊണ്ടിരിക്കെ ഒരംഗം മരണപ്പെട്ടാൽ പാർലമെന്റ് നിർത്തിവെക്കണം. അതാണ് നമ്മുടെ കാല അനുസരിച്ചുള്ള നിയമം, അങ്ങനെയാണ്. പക്ഷേ ബജറ്റ് അവതരിപ്പിക്കുന്ന ദിവസത്തിൽ ബജറ്റ് അവതരണം എന്നത് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക അവസ്ഥയുടെ വല്ലാത്ത ഒരു അവസ്ഥയാണ്. ഒരു ബജറ്റിന്റെ അവതരണവും അത് അവതരിപ്പിക്കുന്ന സമയം മുതൽ രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്തെ അത് ബാധിക്കും. അപ്പൊ ബജറ്റ് അവതരണം നിർത്തിവെച്ചാൽ അതുണ്ടാക്കുന്ന സങ്കീർണതകൾ കുറച്ചൊന്നുമല്ല. അതുകൊണ്ട് ബജറ്റ് അവതരണം നിർത്തിവെക്കാൻ പാടില്ല, അത് നിൽക്കരുത്. അതുകൊണ്ട് ഇ അഹമ്മദ് സാഹിബിന്റെ ശരീരത്തിനും ജീവനും കേടുപറ്റാതിരിക്കാൻ ഏറ്റവും നല്ല ചികിത്സ കൊടുക്കണമെന്നാണ് റാം മനോഹർ ലോഹിയ ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് കിട്ടിയ നിർദ്ദേശം. പക്ഷേ ആ നിർദ്ദേശങ്ങൾക്ക് അവിടെ വിലയുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഫലമുണ്ടായിരുന്നില്ല. അല്ലാഹു തആല ഒരു മനുഷ്യന് നിശ്ചയിച്ച ജീവൻ അതെവിടെയാണോ എപ്പോഴാണോ നിശ്ചയിച്ച സമയം അതില്ലാതാകും. ഈ അഹമ്മദ് സാഹിബ് മരണപ്പെട്ടു. ഞാൻ സൂചിപ്പിക്കുന്നത്, ഓരോ മനുഷ്യനും അവന്റെ റൂഹ് അവന്റെ ശരീരത്തിൽ ഉണ്ടായിരിക്കണമെന്ന് അള്ളാഹു നിശ്ചയിക്കുന്നത് എപ്പോഴാണെന്നറിയോ? എപ്പോഴാണ് നിശ്ചയിക്കുന്നത് അറിയോ? ഈ ശരീരത്തിലേക്ക് ആ ആത്മാവിനെ അള്ള വെച്ചു കൊടുക്കുന്ന സമയമുണ്ടല്ലോ. ഈ മണ്ണിൽ നിന്നും പിന്നെ മാംസവും എല്ലുമൊക്കെയായിട്ട് രൂപപ്പെടുത്തപ്പെട്ട ഈ ശരീരമുണ്ടല്ലോ, ഈ ശരീരത്തിലേക്ക് ആ ജീവനെ വെച്ചു കൊടുക്കുന്ന ആ സമയം, നമ്മൾ വില കൂടിയ ഒരു മൊബൈൽ വാങ്ങിയിട്ട് ആ മൊബൈലുകൾ എത്ര അങ്ങോട്ട് ഇങ്ങോട്ട് നെക്കിയാലും ഒരു കോളും പോവില്ല. പോണെങ്കിൽ ഒരു സിം കാർഡ് അതിൻ്റെ ഉള്ളിൽ വെച്ചു കൊടുക്കണം, അല്ലേ? വേണം. അതേപോലെ ഈ ശരീരത്തിലേക്ക് നമ്മുടെ ജീവന്റെ സിമ്മ് അതിങ്ങനെ വെച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ അവിടെ രേഖപ്പെടുത്തി വെക്കാൻ അള്ളാഹു മലക്കിനോട് പറഞ്ഞിട്ടുണ്ടെന്നാ. എന്നാൽ എന്താ രേഖപ്പെടുത്തണ്ടേ? ഇത് എപ്പോഴാണോ തിരിച്ചെടുക്കുക അത് രേഖപ്പെടുത്തിക്കൊള്ളണം. അത് തിരിച്ചെടുക്കണ കൊല്ലം മാത്രമല്ല, ദിവസം മാത്രമല്ല, മണിക്കൂർ മാത്രമല്ല, സെക്കൻഡ് മാത്രമല്ല, ആ സെക്കൻഡിന്റെ ഏറ്റവും സൂക്ഷ്മമായ അംശം വരെ അതവിടെ രേഖപ്പെടുത്തും. ഈ സമയത്ത് തിരിച്ചെടുക്കൂട്ടോ, ആ സമയത്ത് അത് തിരിച്ചെടുത്തിരിക്കും. അതിൽ നിന്ന് മാറാൻ ആർക്കാ പറ്റുക? സാധാരണ ഞാനൊരു ചരിത്രത്തിൽ ഒരു കഥ വായിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളെ കീഴടക്കിയ ചക്രവർത്തിയാണല്ലോ ആര്? ലോകം കണ്ട ഏറ്റവും പ്രഗത്ഭന്മാരായ ആ ചക്രവർത്തി. അദ്ദേഹം ലോകത്തിന്റെ ഓരോ രാജ്യങ്ങളെ വെട്ടിപ്പിടിച്ച് വിദൂര സ്ഥലത്തെത്തിയ ഓരോ ഇന്ത്യക്ക് അദ്ദേഹം കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. അലക്സാണ്ടർ ഇന്ത്യക്ക് കീഴ്പ്പെടുത്തി പോയിട്ടുണ്ട്. അങ്ങനെ ലോകത്തിന്റെ 2/3 ഭാഗം അദ്ദേഹത്തിൻ്റെതാക്കി. എടവണ്ണങ്ങാടിയിൽ 10 സെന്റ് സ്ഥലം വാങ്ങിയ നമ്മളെ അഹങ്കാരം എത്രയാ?
ലോകത്തിന്റെ 2/3 മൂപ്പര് കൈപ്പിടിയിൽ ഒതുക്കിയത. ആ തേരോട്ടത്തിലെ ഏതോ നാട്ടിലെത്തിയപ്പോ അദ്ദേഹത്തിന് ഒരു മെസ്സേജ് കിട്ടിയെന്ന, അദ്ദേഹത്തിന്റെ അമ്മക്ക് തീരെ സുഖല്ല. അപ്പോ അദ്ദേഹം തന്റെ കൂടെയുള്ള സൈന്യാധിപന്മാരോട് ചോദിച്ചത്രേ, ഇപ്പൊ പുറപ്പെട്ടാല് അമ്മന്റെ അടുത്ത് എത്താൻ എത്ര സമയമെടുക്കും? ഇന്നത്തെ പോലെ ഫ്ലൈറ്റ് ഒന്നും ഇല്ലല്ലോ, ഭൂമി കൂടെ തന്നെ പോകണ്ടേ, ദിവസങ്ങൾ എടുക്കും. അദ്ദേഹം അമ്മയെ ചികിത്സിക്കുന്ന ഡോക്ടർമാർക്ക് എഴുതി, എൻ്റെ അമ്മയുടെ ജീവൻ ഞാൻ എത്തുന്നത് വരെ നിലനിർത്താൻ എത്ര പണം കൊടുക്കണോ എന്ത് വേണമെങ്കിലും ഉപയോഗിച്ചോളൂ, എൻ്റെ അമ്മക്കൊന്നും പറ്റരുത്. ഡോക്ടർമാർ മറുപടി എഴുതിന, ഞങ്ങൾ ദൈവങ്ങളല്ല, ഞങ്ങൾ ഡോക്ടർമാരാണ്, അമ്മ മരിച്ചിരിക്കുന്നു. നമ്മളെ പിന്നെ ലുലു ഗ്രൂപ്പിന്റെ ചെയർമാൻ, അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്കിലെ ഒരു സംസാരം ഞാൻ ശ്രദ്ധിച്ചേ. അദ്ദേഹത്തിന്റെ മാതാപിതാക്കളിൽ ആരോ രോഗം ബാധിച്ചപ്പോ അദ്ദേഹത്തിന് ദൂരത്തായിരുന്നപ്പോ എത്ര പണം ചെലവഴിച്ചും ഉമ്മയെ ചികിത്സിച്ചോളൂ എന്ന് ഡോക്ടർമാർക്ക് നിർദ്ദേശം കൊടുത്തു. പക്ഷേ ഉമ്മ മരണപ്പെട്ടു പോയപ്പോ അദ്ദേഹം പറയുന്നുണ്ട്, എന്താ പറഞ്ഞ നിങ്ങൾ യൂസുഫ് അലി സാഹിബ് പറഞ്ഞേ, പണത്തിന് കടലാസുകെട്ടിന്റെ വില പോലുമില്ല എന്ന് എനിക്ക് ബോധ്യമായ സമയമാണ് എന്നാ. എത്ര ഉണ്ടായിട്ടും കാര്യമില്ല, എന്തൊക്കെ ഉണ്ടായിട്ടും കാര്യമില്ല, എത്ര സൗകര്യം ഉണ്ടായിട്ടും കാര്യമില്ല, അത് ആ സമയത്ത് അങ്ങോട്ട് നടക്കും. ആലുവ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ കാത്തുക്കുമ്പോണ്ട് വലിയ ജനക്കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് ഒരു ഇളക്കം, ഒരാൾ പെട്ടെന്ന് അങ്ങോട്ട് വീണിക്കണ്, കോട്ടും സൂട്ടൊക്കെ ഇട്ട വലിയ സൂട്ട് കേസൊക്കെ കൂട്ടിപ്പിടിച്ച് ഒരു 2 മൊബൈൽ ഇങ്ങനെ ചേർത്ത് പിടിച്ച ഒരാളെ വീണക്കുക. ആൾക്കാർ അയാളെ താങ്ങി പിടിച്ച് ഇപ്പുറത്ത് ആരൊക്കെയോ ഡോക്ടറുണ്ടോ ഒക്കെ വിളിക്കുന്നുണ്ട്. അവസാനം ഒരാൾ പെട്ടി കൊണ്ടി വന്നൊരു ഡോക്ടർ, യാത്രക്കാരനാ, അയാൾ പരിശോധിച്ച് മരിച്ചു എന്ന് ഉറപ്പുവരുത്തി, മരിച്ച്. അപ്പോൾ അയാളെ കയ്യിൽ 2 മൊബൈൽ ഫോൺ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്, പക്ഷേ അത് രണ്ടും തുറക്കാൻ പറ്റുന്നില്ല. നമ്മളെ മൊബൈലൊക്കെ ഇങ്ങനെ പിടിച്ചത് ആർക്കാ തുറക്കാൻ കഴിയുക, അവിടെ കിടക്കൂലേ. അപ്പം അയാൾ ആരാ എന്താന്ന് അറിയാൻ ശ്രമിച്ചിട്ട് എല്ലാ ശ്രമമാണ്. അവസാനം അയാളെ പോക്കറ്റിൽ നിന്നൊരു പേഴ്സ് കിട്ടിയപ്പോൾ ആ പേഴ്സിൽ ഇങ്ങനെ ചെറിയൊരു മരുന്നിന്റെ ഗുളികയുടെ ചെറിയൊരു കവർ ഉണ്ടായില്ല. ആ ഗുളിക പുറത്തെടുത്തപ്പോൾ മിക്കവാറും ആൾക്കാർക്ക് പരിചയമുള്ള ഗുളിക എന്താ, നിങ്ങൾ ഈ നെഞ്ചുവേദന ഉണ്ടാകുന്ന സമയത്തെ ഈ നാവിന്റെ അടിയിൽ വെക്കണ ആ ചില്ലറ പൈസന്റെ ഗുളികയാണ്. നോക്കി നിങ്ങൾ, അത് കീശിയിലിട്ട് അയാൾ നടക്കണമെന്നുണ്ട് നിങ്ങൾ ആത്മവിശ്വാസത്തിനാ. എനിക്ക് പെട്ടെന്ന് വേദന ഉണ്ടായാൽ അത് കുടിക്കാൻ ഈ ഗുളിക ഉണ്ടല്ലോ കീശിയിൽ, അല്ലേ? ആ ഗുളിക വായിലേക്ക് എടുത്തിടാനുള്ള സമയം പോലും കൊടുക്കാതെ പോയി. അതാണ് സമയത്ത് കൃത്യമായിട്ട് അല്ലാഹു തആല വളരെ വിശുദ്ധ ഖുർആനിൽ വളരെ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിച്ചു. വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്ത്, എവിടെ വെച്ചാണ് മരിക്കുക, എപ്പോഴാണ്, എങ്ങനെയാണ്, ഒരിക്കലും അറിയില്ല. ഇത് അറിയാതെ നിൽക്കുക എന്നുള്ളതേ അള്ളാഹ് നമുക്ക് തന്ന ഏറ്റവും വലിയൊരു നിഅമത്താട്ടോ, അല്ലേ? ഇത് എപ്പോഴാണ് ഒരു വ്യക്തി മരിക്കുക എന്നുള്ളത്, അത് അറിയാതിരിക്കുക എന്നുള്ളത് അള്ളാഹ് നൽകുന്ന അത് അറിഞ്ഞാൽ നോക്കാം നിങ്ങൾ. ഇപ്പം ഞാൻ 2 മാസം കഴിഞ്ഞിട്ട് ഞാൻ മരിക്കുന്നില്ല ഡേറ്റ് നേരത്തെ അറിഞ്ഞാൽ നിങ്ങളൊക്കെ എന്നെ കാണുമ്പോൾ ഉസ്താദ് ഇനിയിപ്പോൾ നമ്മൾ കാണൂലേക്കാരട്ടോ, നിങ്ങൾ ഡിസംബർ 10 മരിക്കുന്നല്ലേ പറഞ്ഞേ, ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പറ്റൂല, എന്തൊരു സങ്കടക്കാരല്ലേ. അവസാനം മരിക്കാൻ നേരത്തെ മലക്ക് ആത്മാവ് പിടിക്കാൻ വരുമ്പോൾ നമ്മൾ ഉരുകി ഇല്ലാതായിട്ടുണ്ടാവും. ഇതെന്താ സുഖം നിങ്ങൾ, മരിക്കണീൻ്റെ തലേ മിനിറ്റ് വരെ സെക്കൻഡ് വരെ സന്തോഷത്തോടെ. ഈ വിമാനാപകടത്തിലൊക്കെ പെട്ട ആൾക്കാർ മരിക്കുമ്പോൾ അതിൻ്റെ വാർത്തകൾ നമ്മൾ വായിക്കാറില്ലേ? ആ മരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പത്തെ മിനിറ്റ് വരെ ആഘോഷിച്ച് തിമർത്ത് സന്തോഷത്തോടെ ജീവിച്ച മനുഷ്യന്മാരാണ്. അതൊരു നിയമം തന്നെയാണ്. നേരത്തെ ഈ മരണം അറിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ സെറ്റപ്പൊക്കെ ആകെ മാറും. പക്ഷേ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ എപ്പോഴും ഉണ്ടാവട്ടെ. ആ ഓർമ്മയുണ്ടാകുന്ന സംഗതികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കോട്ടെ. നമ്മുടെ പ്രാർത്ഥനകളിൽ, നമ്മുടെ സംസാരങ്ങളിൽ മരണ വീടുകൾ സന്ദർശിക്കുക, ഖബറുകൾ സന്ദർശിക്കുക. ഇതൊക്കെ എന്തിനാ നിങ്ങൾ? മരണത്തെക്കുറിച്ച് ബോധം ഉണ്ടാക്കാനാ, വേറൊന്നിനും വേണ്ടിയല്ല. ഇപ്പോഴത്തെ ഒരു പ്രതിഭാസം എന്താ നിങ്ങൾ, ഈ മരണ വീട്ടിലേക്കൊക്കെ പോകാറ് ഒരു 35-40 വയസ്സിന് മേലെ പ്രായമുള്ള ആൾക്കാർ മാത്രമാണ്. ഈ ചെറുപ്പക്കാരെയും കുട്ടികളെയും ബാല്യങ്ങളെയും കൗമാരങ്ങളെയും ഒന്നും മരണ വീട്ടിൽ കുടുംബക്കാരായിട്ടുള്ള ആൾക്കാരുണ്ടാകും. ഇപ്പം ഞാൻ ഈ പറഞ്ഞ ചൊറ എന്ന് പറഞ്ഞാണ്ട് രക്ഷപ്പെടാൻ പറ്റാത്ത കുറേ കുട്ടികളുണ്ടാകും. അതിനപ്പുറത്തേക്ക് നമ്മുടെ അയൽപ്പക്കത്തോ കുടുംബത്തിലോ ഒരാൾ മരിച്ചു എന്ന് കേട്ടാൽ ആരാ വീട്ടിൽ നിന്ന് പോകാൻ ഒരുങ്ങുക? ബാപ്പിയമ്മി ഒരുങ്ങും. പിന്നെ ഞങ്ങൾ നാലോടെ വല്യപ്പ മരിച്ചു, ഞങ്ങൾ പോകട്ടോ, നിങ്ങൾ ചായ കൊടുത്തിട്ട് സ്കൂൾക്ക് പോയിക്കൊള്ളിട്ടോ, വൈകുന്നേരം വന്നോളിൻ്റെ, ഞങ്ങൾ രാത്രി വരട്ടോ. നമ്മൾ പോവും, പാപ്പാര് പോവും, ഉമ്മാര് പോവും, മൂത്തോല് പോകും, പ്രായം ചെന്നോല് പോകും. സത്യത്തിൽ ഈ മരണ വീടുകളിലേക്കും രോഗികളെ സന്ദർശിക്കാനും ഒക്കെയുള്ള യാത്രകളിൽ നമ്മുടെ മക്കളെയും കുടുംബത്തെയൊക്കെ കൂടെ കൂട്ടണം. കല്യാണത്തിന് പോണമാർക്ക് പറഞ്ഞാൽ പോണ രൂപല്ല, ആ എണ്ണം. അക്കലൊക്കെ
അപ്പോളെ നമ്മളെ വല്യപ്പേനിട്ടോ നമ്മളെ വാപ്പാൻ്റെ വാപ്പേനെ നമ്മളെ കുടുംബത്തിനും വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടതാട്ടോ, ഇപ്പം മരിച്ചിട്ടുണ്ട്, നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം കേട്ടോ. നമ്മുടെ മക്കൾക്കൊക്കെ ഞാൻ എൻ്റെ കുടുംബത്തിലുള്ള ഒരു സ്ത്രീ 10-18 വയസ്സുള്ള 18 or 20 ആ ചെറുപ്രായത്തിൽ ആ പെൺകുട്ടി മരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പെൺകുട്ടി മരിച്ചപ്പോൾ ആ കുട്ടിയുടെ മയ്യത്ത് മറവ് ചെയ്യുന്ന സമയത്ത് അവൾക്കൊരു ചെറിയ കുട്ടി, എനിക്കൂടെ 2 വയസ്സാ തോന്നിക്കുന്ന കുട്ടിയാണ്. ആ 2 വയസ്സുള്ള കുട്ടിയെ ഈ കുട്ടിയുടെ ബാപ്പ, അതായത് ഈ മരിച്ച പെൺകുട്ടിയുടെ ബാപ്പ, ഈ കുട്ടിയുടെ വല്ലിപ്പ ഈ പേരക്കുട്ടിയെയും കൊണ്ട് ആ കബറിൻ്റെ അടുത്ത് ചെന്നിട്ട് മയ്യത്ത് ഇങ്ങനെ കബറിലേക്ക് വെച്ചത് എല്ലാവരും ഇങ്ങനെ വകഞ്ഞു മാറ്റിയിട്ട് അയാൾ ഈ ചെറിയ കുട്ടിക്ക് കാണിച്ചു കൊടുക്കാം, മോനെ ഇതാ ഉമ്മാൻ്റെ മയ്യത്ത് വെച്ചിട്ടോ, സ്ലാബ് ഇട്ട് മണ്ണിട്ട് മൂടി. എന്നോട് പറഞ്ഞേ കുറച്ച് കഴിഞ്ഞിട്ട് ഓനോട് ചോദിക്കാൻ പാടില്ല എൻ്റെ അമ്മ എവിടെയെന്ന് ഓനോട് ചോദിക്കാൻ പാടില്ല. ഓൻ്റെ അമ്മ എങ്ങോട്ടാ പോയതെന്ന് ഇപ്പം തന്നെ കണ്ടാൽ അത് ഇപ്പോൾ ഒരു മനസ്സിലായില്ലെങ്കിലും വലുതാകുമ്പോൾ ഓനത് മനസ്സിലായിക്കൊള്ളും. അപ്പോൾ എന്നോട് ചോദിക്കൂലല്ലോ എൻ്റെ അമ്മ എവിടെയെന്ന്. നല്ലതാ. എന്ത് കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് കൗമാര ബാല്യങ്ങൾക്കൊക്കെ മരണം, രോഗം, ഖബറ്, അതുമായി ബന്ധപ്പെട്ട കാര്യം എത്ര വിവരമുള്ള നാടാവട്ടെ, ഒരാൾ മരിച്ചെന്ന് അറിഞ്ഞാൽ ഇങ്ങനെ അന്തം വിടും. മൂപ്പരിപ്പം ഉണ്ടാകുക അവിടെ ഏതാണ് ഈ മൂപ്പര് കാര്യങ്ങൾ? ഒരു മഹലിലൊക്കെ 2-3 ആൾക്കാരുണ്ടാകും. ഒരു മയ്യത്ത് എങ്ങനെ കിടത്തേണ്ടത്, എങ്ങനെ കെട്ടേണ്ടത്, ഇനി എന്തൊക്കെ ചെയ്യേണ്ടത്, ഇനി എന്തൊക്കെ ആർക്കും അറിയില്ല. പൊട്ടന്മാരായി ഇങ്ങനെ നിൽക്കുക, എല്ലാവരും ഒരു വിവരമില്ല. ഇപ്പം നമ്മുടെ ISMൻ്റെ ഒരു നല്ല സംവിധാനമുണ്ട്, ഈലാഫ്, ഒരു വളണ്ടിയർ കോറാണ്. ആ ഈലാഫിലെ വളണ്ടിയർമാർക്ക് ഒരു മരണം സംഭവിച്ചാൽ ആ വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കൃത്യമായ ഒരു ദിശാബോധം നൽകുന്നുണ്ട്. അതുകൊണ്ട് നാട്ടിലൊക്കെ ഇപ്പോൾ ആരെങ്കിലും മരിച്ചാൽ ആരെങ്കിലൊക്കെ ആയിട്ട് വീട്ടിലുണ്ടാവും. കാരണം ഒന്നാമത് നമ്മുടെ പ്രിയപ്പെട്ടവർ മരിക്കുമ്പോൾ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് അറിയാതെ നമ്മളൊക്കെ അന്തം വിട്ട് നിൽക്കും. അപ്പോൾ അതിനെപ്പറ്റി വിവരമുള്ള ആൾക്കാർ നാട്ടിലുണ്ടാവുക എന്നുള്ളത് നമ്മുടെ പൊതു ആവശ്യമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മയ്യത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളും സംവിധാനങ്ങളും ഒക്കെ അറിയിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും, ഏറ്റവും നന്നായിരിക്കും. മൂന്നാമത്തേത്, ഞാൻ ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് എൻ്റെ സംസാരം ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കും മുമ്പ് എനിക്ക് പറയാനുള്ള കാര്യം നോക്ക്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു വചനം അതിങ്ങനെയാണ്. യാ അയ്യുഹല്ലദീന, പ്രവാചകൻ പറയട്ടോ, ഷദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗതി വൽ ആജിസു മൻ അത്ബഅ നഫ്സഹു ഹവാഹ വതമന്ന അലല്ലാഹ് റവാഹു തിർമിദി. ഇത് നമ്മളെ പറ്റി പറഞ്ഞൊരു ഹദീസാട്ടോ. എന്നെയും നിങ്ങളെയും കുറിച്ച് നമ്മളെ ഓരോരുത്തരെയും പറ്റി പറഞ്ഞ ഹദീസാണ്. കേട്ടോളി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയണേ, അൽ കയ്യിസു, കയ്യിസ് എന്ന് പറഞ്ഞ അർത്ഥങ്ങൾ, കയ്യിസ് എന്ന് പറഞ്ഞാൽ ബുദ്ധിമാൻ എന്ന അർത്ഥം. ബുദ്ധിമാൻ. ഈ കൂട്ടത്തിൽ ആരാ ബുദ്ധിമാൻ? അത് IAS കിട്ടിയ ആളുണ്ട്, CA പഠിക്കുന്ന ആളുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട്, ഓലാണ് ബുദ്ധിമാൻ. എന്നാൽ കേട്ടോളി, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് പടച്ച റബ്ബ് നമുക്ക് ബുദ്ധി തന്ന, കഴിവ് തന്ന, നമ്മളെ സൃഷ്ടിച്ച ആ പടച്ച റബ്ബ് പറയട്ടോ ആരാണ് കയ്യിസ്? അൽ കയ്യിസു, ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ ആരാന്നറിയങ്ങള്? മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗതി, അവനാണ് കയ്യിസ്. നിങ്ങൾക്ക് 2 ആള്, ആരെങ്കിലും 2 ആള്, ഈ 2 ആൾക്ക് ദൂരെ ഒരു 16,000 കിലോമീറ്റർ അപ്പുറമുള്ള ഒരു സ്ഥലത്തേക്ക് പോകണം. അവിടെ നമുക്ക് പരിചയമുള്ള ആരുമില്ല. അവിടെ ചെന്നാൽ എന്തേക്കാർ അവിടുത്തെ അവസ്ഥ വിശേഷം ഒന്നും അറിയില്ല. അപരിചിതമായ ഒരു നാട്ടുകാൻ പോകുകയാണ്. ഈ പോണീൻ്റെ മുമ്പ് 2 ആളെ കയ്യിലും ഓരോ $1,00,000 കൊടുത്തിട്ട് പറഞ്ഞതാ, ഇത് കൈപ്പിടിച്ചോളിട്ടോ, നിങ്ങൾക്ക് അവിടെ ചെന്നാൽ ആവശ്യം ഉണ്ടാവും, നിങ്ങളെ യാത്രാ ചെലവിനുള്ളതും ഇതിന് എടുത്തോളിട്ടോ എന്ന് പറഞ്ഞു കൊടുത്ത്. ഒരുത്തൻ എന്ത് കാട്ടിയറിങ്ങൾ? ആ 1,00,000 ഇവിടെ തന്നെ അടിച്ചു പൊളിച്ചാൻ ചെലവാക്കി. രണ്ടാമത്തോൻ വളരെ സൂക്ഷിച്ച് ചെലവാക്കിയെന്ന് മാത്രമല്ല, താൻ എത്തിച്ചേരേണ്ട നാടിനെ കുറിച്ചും അവിടുത്തെ അവസ്ഥകളെ കുറിച്ചും അവിടെ ചെന്നാൽ എന്തൊക്കെയാ സംഭവിക്കാമെന്ന് അന്വേഷിച്ചറിഞ്ഞ് മനസ്സിലാക്കി ആവശ്യമായ എല്ലാ ഏർപ്പാടും ചെയ്തിട്ടാ ഒരു 2 ആളുകൊണ്ട് ഇറങ്ങിയത്. എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങി നോക്കുമ്പോൾ ഒരുത്തൻ്റെ കാര്യം കട്ടപ്പുക, 5 പൈസ ഇല്ല, എന്താന്നും അറിയില്ല, ഒന്നും ചോദിച്ചിട്ടുമില്ല, അറിഞ്ഞിട്ടില്ല, ഒന്നുമില്ല. അന്തം വിട്ട് നിൽക്കുക. മറ്റോനാവട്ടെ ഒരു കുഴപ്പമില്ല, ഇറങ്ങി ടാക്സി പിടിച്ച് എത്തേണ്ട അടുത്ത് ഹോട്ടല്, റൂം, കാര്യങ്ങളൊക്കെ ഭദ്രമായി ഓൻ്റെ കാര്യം സ്വസ്ഥായി അല്ലേ. താൻ എവിടെയാണോ എത്തേണ്ടത് അതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാക്കുന്നവനാ ബുദ്ധിമാൻ, അല്ലാത്തവൻ വിഡ്ഢി. റസൂൽ പറയാണ്, ഈ ലോകത്തിലെ ബുദ്ധിമാൻ അൽ കയ്യിസ് മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗതി.
തൻ്റെ മനസ്സിൻ്റെ ആഗ്രഹങ്ങളെയും ഇച്ഛകളെയും നിയന്ത്രിച്ച് നിർത്തി മരണത്തിനപ്പുറമുള്ള ജീവിതത്തിനു വേണ്ടി ഒരുങ്ങിയവനാരോ അവനാണ് ബുദ്ധിമാൻ. ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്തായാലും മരിക്കും. മാറി നിൽക്കാനോ അകറ്റി നിർത്താനോ പിന്നെ വരാന്ന് പറയാനോ ഒരു നിർവാഹമല്ല. ആ സമയത്ത് അത് കറക്റ്റായിട്ട് നടക്കും, വേദനിക്കും, അനുഭവിക്കും, സത്യം. എങ്കിൽ പിന്നെ അടുത്ത മാർഗം എന്താ നിങ്ങള്? ഒന്ന്, ആ അനുഭവം ലഘുവാക്കാനും അതിന് ശേഷമുള്ള പ്രയാസങ്ങളെ ദൂരീകരിക്കാനും എന്താണോ പറ്റുക അത് ചെയ്യാം. അല്ലേ? പ്രസവം സ്ത്രീകളെ സംബന്ധിച്ച് അതൊരു സംഭവം തന്നെയാണ്. അത്ര ഇടങ്ങേറുള്ള സംഗതിയാണ്. ആ പ്രസവം ഒരു സ്ത്രീക്ക് നടക്കാനുണ്ടെങ്കിൽ ഇപ്പൊ എന്തൊക്കെ ചെയ്യല്? ഒന്ന്, പ്രസവം സുഖകരമായി നടക്കുന്ന ഇടങ്ങൾ തേടും. രണ്ട്, പ്രസവാനന്തര ചികിത്സയും പ്രസവാനന്തര പരിചരണവും നന്നായി നടക്കുന്ന ഇടങ്ങൾ നേരത്തെ പറഞ്ഞു വെക്കുകയോ ആളെ വെക്കുകയോ അതിന് പറ്റിയ കേന്ദ്രങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുകയോ ചെയ്യും. അല്ലേ? അല്ലാത്തോലോ അത് വരും പോലെ വരും, അപ്പെന്തേലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാലോ ഓല അനുഭവിച്ചേ അടങ്ങും. അതേപോലെ ഈ ദുന്യാവിൽ ജീവിക്കുമ്പോൾ ബുദ്ധിയുള്ള മനുഷ്യന്റെ അവസ്ഥ, അവൻ മരണത്തെക്കുറിച്ച് ബോധവാനാണ്. അതുകൊണ്ട് ആ മരണം കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്തൊക്കെ ഞാൻ ഇപ്പൊ ചെയ്തു വെക്കണം അത് കൃത്യമായിട്ട് അവൻ ചെയ്തു വെക്കും. അവന്റെ മനസ്സിനെ അതിനു വേണ്ടി നിയന്ത്രിക്കും. അവൻ ബുദ്ധിമാൻ. ഇനി ബാക്കി കേട്ടോളിട്ടോ. ബാക്കി ആജിസ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങള് വിഡ്ഢിന്നല്ല. ആജിസ് എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ജീവിക്കുന്ന ഏറ്റവും ദുർബലനായ മനുഷ്യൻ. എന്താ ദുർബലൻ എന്ന് പറഞ്ഞാല്? കാര്യങ്ങൾ അറിഞ്ഞിട്ടും അത് നിയന്ത്രിക്കാൻ പറ്റാത്ത. ഞാനൊരിക്കൽ ഒരു പിതാവിനോട് സംസാരിച്ച് അയാളുടെ കുടുംബത്തെ പറ്റിയൊക്കെ ചോദിച്ചപ്പോൾ അയാൾ വീടിന്റെ ഉള്ളിലേക്ക് വിളിച്ചോണ്ടേറ്റേ ഒരു വാതിലും അങ്ങനെ കൊട്ടി. അപ്പൊ വാതിൽ ഉള്ളിൽ നിന്ന് കുറ്റി തുറക്കുന്ന ഒച്ച കേട്ട് ഉള്ളിൽ ചെന്നപ്പോണ്ട് ഒരു ഫർണിച്ചറും ഇല്ലാത്ത ഒരു റൂമിൽ നിലത്തുണ്ട് ഒരു 10-14 വയസ്സ് തോന്നിക്കുന്ന ഒരു കുട്ടി ഇരിക്കുന്നു. അതിൻ്റെ അടുത്തുണ്ട് ഓൻ്റെ അമ്മ ഒരു സ്റ്റൂളും അങ്ങനെ ഇരിക്കുന്നത്. അമ്മയല്ല, വല്യമ്മയാണ്. യാതൊരു ഞാൻ സലാം പറഞ്ഞു മടക്കി. ഞാൻ ഈ കുട്ടിക്ക് കൈ കൊടുത്തു, എന്നെ മെയിൻ ചെയ്തതല്ല. മൂപ്പര് പെട്ടെന്ന് ഇനിയും കൂട്ടി പുറത്തിറങ്ങി എൻ്റെ വലിയ കുട്ടിയാണ്, അതൊരു രോഗമാണ് പറഞ്ഞു. എന്താ രോഗം എന്ന് പറയുന്നത്? രോഗം എന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങോട്ട് വെച്ചാൽ ഈ മൂച്ചിമ്മ കൂടെ കയറും, ആ തെങ്ങുമ്മ കയറും, വീടിൻ്റെ ചുമരമ്മ കൂടെ കയറും, എവിടെയും പാഞ്ഞട് കയറും. കയറിയിട്ടാണ് ഗുട്ടേറിനാണ് വീഴും. വീണാ പിന്നെ പരിക്ക്, വേദന, ഇടങ്ങേറ്, കയ്യും കാലും പൊട്ടി. ഇതൊക്കെ അവൻ അറിയാം. പക്ഷെ അവനെ നിയന്ത്രിക്കാൻ പറ്റണില്ല. അത് അങ്ങനെ അറിയാം. അങ്ങനത്തെ രോഗം ഉണ്ടല്ലോ അല്ലേ? അവനെ നിയന്ത്രിക്കാൻ പറ്റാത്ത ചില അവസ്ഥകൾ ചില കുട്ടികൾക്ക് ഉണ്ടാവാറുണ്ട്. അത് പെട്ടതാണ് അങ്ങനെ. അപ്പൊ ഡോക്ടർ പറഞ്ഞേക്കാണ്, നിങ്ങൾ ശ്രദ്ധിച്ചോളി, എത്ര ശ്രദ്ധിക്കുന്നുണ്ടോ അത്ര ഉണ്ടാവും കുട്ടിൻ്റെ ആയുസ്. അപ്പൊ ഈ വല്യമ്മ കുട്ടിനെ നോക്കാനായിട്ട് റൂമിൽ ഇരിക്കുകയാണ്, അവിടെ ഇരിക്കുകയാണ്. കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അയാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ എൻ്റെ മോൻ പോയിട്ടോ? പോയി എന്ന് പറഞ്ഞിട്ട് പിന്നെ മൂപ്പര് പറഞ്ഞ വാക്കെന്താ? നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്കത് അങ്ങനെ അംഗീകരിക്കാൻ പറ്റില്ല, പക്ഷെ എനിക്ക് അംഗീകരിക്കാൻ പറ്റും. അദ്ദേഹം പറഞ്ഞ അൽഹംദുലില്ലാ എന്നാ. എന്താ കാരണം? നിങ്ങൾ ആ കുട്ടി അനുഭവിച്ച വേദനയും കഷ്ടപ്പാടും അത്ര വലുതനി. ഞാൻ ചോദിച്ചു എന്തേ പറ്റിയത്? ഒന്നുമില്ല, നമ്മളൊക്കെ വിചാരിച്ച പോലെ തന്നെ ഉമ്മാൻ്റെ കണ്ണ് വെട്ടിച്ചോ പുറത്തിറങ്ങി മുറ്റത്തൊരു മാവുണ്ടായിനി, അയമക്കാണ് കയറിയിരിക്കണ്, അതിൻ്റെ മേലെ നിന്നിട്ട് വീണിട്ട് ഈ ടൈലിട്ട നിലത്തല്ലേ വീണിട്ട് തലയടിച്ചിട്ട് കുട്ടി മരിച്ചിട്ടുണ്ട്. ആ കുട്ടിയെ നമുക്ക് ആജിസ് എന്ന് വിളിക്കാം. എന്താ നിങ്ങൾ? അവനവനെ തന്നെ നിയന്ത്രിക്കാൻ പറ്റണില്ല. ഈ ലോകത്തെ ഏറ്റവും വലിയ ആജിസ് ആരാ? നിങ്ങൾ കേട്ടോളി, റസൂൽ പറയട്ടോ. അതാരോ? മൻ അത്ബഅ നഫ്സഹു ഹവാഹാ വതമന്ന അലല്ലാഹ്. സത്യം. ഇത് പറയുമ്പോ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു മിടിപ്പ് കെട്ട് കൂടുക. ഈ ലോകത്ത് ജീവിക്കുന്ന ഏറ്റവും ആജിസായ മനുഷ്യൻ ആരാ? നിങ്ങൾ മനസ്സ് എന്താണോ പറയണത്, ഓന്റെ ഉള്ളിൽ എന്താണോ തോന്നുന്നത് അതൊക്കെ ഓൻ ചെയ്യും. അതിൻ്റെ ഹറാമോ ഹലാലോ പാടുണ്ടോ പാടില്ല തെറ്റാണോ ശരിയാണോ ഇതൊന്നൊരു വിഷയമല്ല. ഓന് തോന്നിയോ ഓൻ ആഗ്രഹിച്ചോ അതൊന്ന് നടത്തും. അപ്പോൾ ഓൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറയും അത് തെറ്റല്ലേ, ശിക്ഷല്ലേ. അപ്പോ ഓൻ്റെ അവസ്ഥ എന്താ? നിങ്ങള് അള്ളാഹുവിനെ കുറിച്ച് ഓൻ്റെ ഉള്ളില് വേണ്ടാത്ത ചില അതെ
അത് സംഗതിയൊക്കെ തെറ്റാണ്. പക്ഷേ ഞാൻ ചെയ്താൽ പടച്ചോൻ എന്നെ ശിക്ഷിക്കൊന്നുമില്ല. ഞാൻ കുറേയൊക്കെ നല്ല കാര്യം ചെയ്ത ആളല്ലേ. കഴിഞ്ഞ റമദാനിൽ നോമ്പ് പറ്റു, കഴിഞ്ഞ 2 ഉംറക്ക് പോയി, ഹജ്ജ് ചെയ്തു, വാക്ക് സഹായിച്ച. അതുകൊണ്ട് ഞാൻ തെറ്റ് ചെയ്താൽ അത് അത്ര തെറ്റായിട്ട് പരിഗണിക്കൊന്നുമില്ല. സംഗതിയൊക്കെ തെറ്റാണ്, പക്ഷെ ഞാൻ ചെയ്താൽ വലിയ കുഴപ്പമുണ്ടാവില്ല. അത് പടച്ചോൻ അങ്ങനെ പരിഗണിക്കൊന്നുമില്ല, ഇന്നങ്ങനെ ശിക്ഷിക്കൊന്നുമില്ല എന്ന ഒരു മിഥ്യാധാരണ അവൻ്റെ ഉള്ളിലിങ്ങനെ. ഇപ്പം ഞാൻ അങ്ങനെ നരകത്തെ പറ്റിയും നരകത്തിൻ്റെ ഭീകരതയും നരകത്തിലെ തീയും നരകത്തിലെ ജീവികളും ആ നരകത്തിൽ അനുഭവിക്കുന്ന അതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമുക്കിങ്ങനെ ചെറിയ വേണം, ഓൽക്ക് അങ്ങനെ തന്നെ വേണം. ആർക്ക്? ആരാണ് ഈ ഓല്? നമ്മളല്ലല്ലോ. നമ്മളെ കെ മുഹമ്മദ് ക്ലാസ് എടുക്കുമ്പോൾ ഈ ഹദീസ് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞ എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്. നമ്മളെപ്പറ്റി നമ്മളെന്താ പറയണത്? ഞാനൊക്കെ നരകത്ത് പോയാൽ പിന്നെ ഇടവണ്ണ മഹലിൽ നിന്ന് ആരാ പിന്നെ സ്വർഗത്തേക്ക് ഉണ്ടാകുക അല്ലേ? ഞാനൊക്കെ നരകത്തേക്ക് നരകത്തേക്ക് പോവുകയാണെങ്കിൽ പിന്നെ ഈ നാട്ടിൽ നിന്ന് സ്വർഗത്തിൽ ആളുണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഞമ്മക്ക് നരകല്ല, നരകത്തിന്റെ ഭീകരതയൊക്കെ പറയുമ്പോൾ നമുക്കത് ഉള്ളു തട്ടണേല്ല. നമ്മളെന്താ വിചാരിച്ചറിയോ? അത് നമ്മക്കുള്ളല്ലോ. നമ്മളെ പടച്ചുണ്ടാക്കിയത് സ്വർഗത്തിന്റെ പച്ച പുല്ല് വിരിച്ച നദീതീരങ്ങളിൽ സ്വർണത്തിന്റെ സോഫകളിൽ ഹൂറുലീങ്ങളെ തോളിലൊക്കെ കൈയിട്ട് കണ്ട് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയല്ല നമ്മളുണ്ടാക്കിയേ. നമ്മൾ നരകത്തെ പറ്റി ചിന്തിക്കണ്ടല്ലോ, നമ്മൾ നരകത്തെ പറ്റി പേടിക്കണ്ടല്ലോ, നമ്മൾ നരകത്തെ പറ്റി അതൊക്കെ ഓൽക്കുള്ളതല്ലേ. ആരാണ് ഈ ഓല് കൂട്ടരെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയണേ, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, തൂബൂ ഇലല്ലാഹ്, നിങ്ങൾക്ക് പറ്റിപ്പോയ തെറ്റുകളെ കുറിച്ച് റബ്ബിനോട് നിങ്ങൾ പശ്ചാത്തപിച്ചോളൂ. ഇന്നി അതൂബു ഫിൽ യൗമി അക്തറു മിൻ 100 മറ. ഞാൻ അള്ളാഹുവിന്റെ ഹബീബ് ജീവിതത്തിൽ തമാശക്ക് പോലും ഒരു തെറ്റു ചെയ്തിട്ടില്ലാത്ത ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, ഞാൻ ഓരോ ദിവസത്തിലും 100-ലേറെ വട്ടം, 100-ലേറെ വട്ടം റബ്ബേ വല്ലതും പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, പൊറുക്കണം റബ്ബേ എന്ന് എൻ്റെ റബ്ബിനോട് ഞാൻ തൗബ ചെയ്യാറുണ്ട് 100-ലേറെ വട്ടം. അതുകൊണ്ട് ജനങ്ങളെ, അല്ലേ, നമ്മളൊക്കെ മനസ്സിലുള്ള എന്താ നിങ്ങൾ? പരദൂഷണം പറയൽ തെറ്റല്ലേ? തെറ്റാണ്. കളവ് തെറ്റല്ലേ? തെറ്റാണ്. പലിശ തെറ്റല്ലേ? തെറ്റാണ്. ചതി വഞ്ചന തെറ്റല്ലേ? തെറ്റാണ്. അതൊക്കെ നമുക്കറിയാം. കള്ള് തെറ്റല്ലേ? ഒക്കെ തെറ്റാണ്. പിന്നെ എന്തിനാ ചെയ്യണേ? അതിപ്പോ നമ്മളത് കുഴപ്പമില്ലേ, നമ്മൾ വേറെ അങ്ങോട്ട് വേറെയൊക്കെ ചെയ്യാനുണ്ടല്ലോ, അത് ഇതുണ്ട് അഡ്ജസ്റ്റ് ചെയ്താണ്ട് അത് പടച്ചോനാണ് ശരിയാക്കിക്കോളും. അതാണ് അള്ളാഹുവിനെ കുറിച്ച് മിഥ്യാധാരണ മനസ്സിൽ കൊണ്ടെടുക്കുക. ഇതൊരു വലിയ അപകടമാണ്. സാധാരണ ഒരു കുറ്റവാളി തെറ്റ് ചെയ്യുമ്പോൾ ഓന് ഭയങ്കര കുറ്റബോധം ഉണ്ടാകും, ഓൻ എപ്പോഴെങ്കിലൊക്കെ പടച്ചോനെ പൊറുക്കണമെന്ന് പറയും. പക്ഷെ ഈ ധാരണ ഉള്ള ആളുണ്ട്, അത് കുഴപ്പമില്ല, ഞാൻ ചെയ്താൽ കുഴപ്പമില്ല. ഈ മതപ്രബോധനമൊക്കെ ചെയ്യുന്ന ആളുകളിൽ പോലും ഈ കുശുമ്പും പരദൂഷണവും വെറുപ്പും വേണ്ടാത്തവരൊക്കെ ഉണ്ടാവാനുള്ള കാരണങ്ങൾ അതൊക്കെ ചെയ്യാൻ കുഴപ്പമില്ല, അതൊക്കെ ഇവിടം കൊണ്ട് അതിനങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യുക എന്ന ഒരു ധാരണ ആൾക്കാർ വെച്ച് പുലർത്താണ്. അവര് തെറ്റാണെന്നറിഞ്ഞിട്ടും നിരന്തരമായി തെറ്റുകളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുക. തെറ്റാന്നറിയാം, ചെയ്യണത് തെറ്റാന്നറിയാം, ചെയ്യാൻ പാടില്ല എന്നറിയാം, വീണ്ടും വീണ്ടും അതങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുക. അവരത്രേ ഈ ലോകത്ത് ജീവിക്കുന്ന ഏറ്റവും നിസ്സഹായരായ ബുദ്ധിയില്ലാത്ത കഴിവുകെട്ട ജീവികൾ. കൂട്ടരെ, ആ കൂട്ടത്തിൽ നമ്മൾ പെടാതിരിക്കണമെങ്കിൽ ഒരു കാര്യം എന്താ പറയുക, കൃത്യമായ ബോധം വേണം. ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളും തെറ്റും ശരിയും അത് നിർവചിക്കാൻ നമുക്ക് പറ്റണം. അത് പഠിപ്പിക്കാനാണ് റബ്ബ് പ്രവാചകന്മാരെ അയച്ചത്, ഖുർആൻ ഇറക്കിയത്, ജീവിതം തന്നത്. നന്മയും തിന്മയും, ഖുർആന്റെ മറ്റൊരു പേര് ഫുർഖാൻ. എന്താ ഫുർഖാൻ എന്ന് പറഞ്ഞാൽ അറിയങ്ങള്? ശരിയും തെറ്റും വേർതിരിച്ച് മനസ്സിലാക്കുന്നത് എന്നാ. ജീവിതത്തിലെ ഞാൻ അവസാനിപ്പിക്കട്ടോ, 5 മിനിറ്റ് കൂടെ. ജീവിതത്തില് ഏറ്റവുമേറെ പേടിക്കേണ്ട സംഗതി എന്താ അറിയങ്ങള്? ഇപ്പൊ ആൾക്കാർക്ക് പേടി എന്താണ്? SIR. പഠിച്ചോനെ, വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് വരൂലേ? അതിന്റെ മുമ്പ് ആധാർ കിട്ടൂലേ? പൗരത്വം ഉണ്ടാവൂലേ? എന്തൊക്കെ ബേജാറ്. പള്ളിയിലെ കുത്തുബയിൽ വരെ ഇപ്പൊ 2ാം കുത്തുബ SIR ആണ്. അതിൽ പേരില്ലെങ്കിൽ ആകെ പ്രശ്നം കേട്ടോ, പ്രശ്നമൊക്കെ തന്നെയാണ്. പക്ഷെ അതിലും വലിയ പ്രശ്നം എന്താ നിങ്ങൾ? പടച്ചോന്റെ മുമ്പിലെ ലിസ്റ്റില്, ആ സ്വർഗത്ത് കണ്ട് എഴുതി വെച്ച ലിസ്റ്റില് നമ്മളെ പേരില്ലെങ്കിൽ അതിൻ്റെ ഒരു നഷ്ടത്രയാ. അതിലും വലിയ, അതിൽ വലുത് പോയിട്ട് അതിൻ്റെ ഒപ്പം വെക്കാൻ പറ്റിയതാണോ ഈ നഷ്ടങ്ങളൊക്കെ, അല്ലേ? അതുകൊണ്ട് ജീവിതത്തിൽ ഏറ്റവും പേടിക്കേണ്ടത് പൗരത്വോ
അല്ലെങ്കിൽ പട്ടിണിയോ രോഗോ ശത്രുവൊന്നുമല്ല. അതൊക്കെ മരണത്തോടു കൂടി അങ്ങോട്ട് തീരുന്ന പ്രശ്നങ്ങളാണ്. മരിച്ചാലും തീരാത്തൊരു പ്രശ്നം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളാണ്, തെറ്റുകളാണ്. അതിൻ്റെ വേദനയും ശിക്ഷയും മരണത്തോടു കൂടി തീരല്ല, അത് മരണത്തോടു കൂടി സ്റ്റാർട്ട് ചെയ്യാണ്. റസൂൽ പറഞ്ഞില്ലേ, നല്ല മനുഷ്യന്മാര്, നന്മ ചെയ്ത മനുഷ്യന്മാര് മരിക്കാൻ കിടക്കുമ്പോ ഓന്റെ കണ്ണിന്റെ മുമ്പിൽ മലക്കുകൾ വന്നിരിക്കുന്ന എങ്ങനെ അറിയോ? സുമുഖന്മാരായ സുന്ദരന്മാരായ, കണ്ടാൽ തന്നെ ഓലെടുത്തുകണ്ട് പോകാൻ തോന്നുന്നേ ആ ജാതി മലക്കുകൾ അവിടെ വന്നിരിക്കുന്ന. എന്നിട്ട് പറയല്ലോ, ബേജാറാകണ്ട, ചില കാര്യമൊക്കെ നടക്കാൻ പോകുന്നുണ്ട്, പക്ഷെ എനിക്കിവിടെ നല്ല സുഖയിക്കാരട്ടോ, അതുകൊണ്ട് ബേജാറാകണ്ട. അവനങ്ങനെ സമാധാനിപ്പിക്കും. ചില കുട്ടികളൊക്കെ ഈ നഴ്സറിക്കൊക്കെ പോകാൻ വേണ്ടി വല്ലാതെ പേടിയുള്ള കുട്ടികളുണ്ടാവും. ആ കുട്ടികളെ നഴ്സറി ചേർത്തിട്ട് ആദ്യത്തെ ദിവസം ഉമ്മ ആ കുട്ടീനെയും കൊണ്ട് നഴ്സറിക്ക് പോകുന്നൊരു പോക്കുണ്ട്. കുളിപ്പിച്ച് കുപ്പായിട്ട് കൊടുക്കാനൊരു പണിയാ. അതൊക്കെ ഇട്ടുകൊടുത്തുകാണ്ട് ഓനെ ഒക്കത്ത് വെച്ച് കാണ്ടൊരു പോക്കുണ്ട്. കുട്ടി ഇങ്ങനെ നഴ്സറി കാണുന്തോറും കുട്ടി ഇമ്മാൻ്റെ നെഞ്ചത്തേക്ക് ഇങ്ങനെ പറ്റി കൊടുക്കും. നഴ്സറിന്റെ മുമ്പിലെത്തി മനയെ നോക്കിയാ എന്ത് നോക്കണ്? ഓ അമ്മാന്റെ തോളത്ത് കണ്ട് കടിച്ച് പിടിച്ചിട്ട് കരയല്ലേ, പേരും കരച്ചില്, വിടൂല, ഞാൻ നിൽക്കൂല, ഉമ്മീ നിൽക്കണം, ഇല്ലെങ്കിൽ ഞാൻ നിൽക്കൂല, അങ്ങനെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ സ്കൂളിന്റെ മുറ്റത്ത് കണ്ട് എത്തിയപ്പോൾ ടീച്ചർ, നഴ്സറിയിലെ ടീച്ചർ നല്ലൊരു അന്തല്ല ടീച്ചറാ. ടീച്ചർ ഇങ്ങനെ വെച്ച് പീപ്പിയും ബലൂണും മുട്ടായിയൊക്കെ ഇട്ട് കാപ്പി മോനെ നോക്കിയാ മയില് എന്നൊക്കെ പറഞ്ഞ് ഓനെ നോക്കി അപ്പം ഇങ്ങനെ മെല്ലൊന്ന് കണ്ണു വന്ന് ഇങ്ങനെ നോക്കി. ആ സത്യമാണല്ലോ, ടീച്ചറെ കയ്യിൽ മുട്ടായി ഉണ്ട്, പീപ്പി ഉണ്ട്, ബലൂണുണ്ട്, എല്ലാം പടം കണ്ട് ഒന്ന് വല്ല കുറച്ച് ഉമ്മാൻ്റെ നെഞ്ചത്തുനിന്ന് ബെല്ലൊന്നും കണ്ട് ഫ്രീ ആയി. ഇട്ടൊന്നും ഇങ്ങനെ നോക്കി. ടീച്ചർ പറ്റിച്ചാണ്, അല്ല സാധനം കയ്യിലുണ്ട്. അങ്ങനെ ടീച്ചറെ മുട്ടായി കൊടുത്തു, ഒരു പീപ്പി കൊടുത്തു. മോൻ ഇഞ്ഞ് മുട്ടായി വേണോ? ആ എന്നാൽ ടീച്ചറെ അടുത്തേക്ക് വാ. ഒരൊറ്റ ചാട്ടം ടീച്ചറെ അടുത്തേക്ക് ആണ് പോയി. പിന്നെ പോരാൻ നേരത്ത് ഉമ്മ വെറുതെ തമാശക്ക് നമ്മ പോകുക കേട്ടോ, ആ പോയിക്കോളി, ഉമ്മ അങ്ങോട്ട് പോരഞ്ഞെന്ന് കുട്ടി അവിടെ തന്നെ. അതേപോലെയാണ് ചില മരണങ്ങൾ. നമ്മളെ സ്വീകരിക്കാൻ ഇങ്ങനെ നല്ല ചൊറുക്കുള്ള മലക്കൾ ഓരൊപ്പം അങ്ങോട്ട് എത്താൻ നമുക്ക് കൊതിയാവുന്ന, അങ്ങോട്ട് എത്തുന്ന അല്ലേ. ഇനി വേറെ ചില മരണങ്ങളുണ്ട്. ആ മരണങ്ങളിൽ പേടിപ്പെടുത്തുന്ന, കാണുന്ന തന്നെ പേടി. ആജാതി ഇങ്ങനെ ഇരിക്കുക, അങ്ങോട്ട് വാ കാണിച്ചു തരാം, അങ്ങോട്ട് വാ, ഇങ്ങോട്ടല്ല വരാനുള്ളത്, പറഞ്ഞാൽ കേട്ടല്ലോ, ഇങ്ങോട്ട് വാ കാണിച്ചു തരാന്ന് പറഞ്ഞ് ഓല അവിടെ ഇങ്ങനെ ഭീകരമായിട്ടിരിക്കുക. ആ മനുഷ്യൻ്റെ ഒരു ഇടങ്ങേറത്തിലേക്കാരല്ലേ അല്ലേ. അപ്പോ ഈ പാപങ്ങൾ എന്ന് പറഞ്ഞാലേ അത് ചെറിയ സംഗതിയല്ല. നമ്മൾ ഏറ്റവും പേടിക്കേണ്ടത് അതിനെയാണ്. അതിൻ്റെ വേദനയും ശിക്ഷയുണ്ടല്ലോ, അത് തീർന്നില്ലേ. മരിക്കുമ്പോ, മരിച്ചു കഴിഞ്ഞാല് പിന്നെ ബർസഖില്, ഖബറില്, പിന്നെ മഹ്ശറയില്, പിന്നെ ബാക്കി നരകത്തില്, അതങ്ങനെ അറ്റമില്ലാതെ പോകല്ലേ. തീരാത്ത വേദന. നരകത്ത് കിടന്ന് അവസാനം നരക ജീവിതം പറഞ്ഞില്ലേ, ആ ജീവിതം അനുഭവിക്കുമ്പോ നരകക്കാരായ ആൾക്കാർ നരകത്തിന്റെ കാവൽക്കാരനായ മലക്കിനെ വിളിക്കുന്ന മാലിക്, യാ മാലിക്. അപ്പൊ മാലിക് വരും. അപ്പൊ മാലിക്കിനോട് പറയും, എൻ്റെ അള്ളഹാനോട് പോയിട്ടൊന്ന് പറയോ, എന്താണ് ഞങ്ങൾക്ക് ഇനി ജീവിക്കണ്ട, ഒന്ന് മരിപ്പിച്ചു തരാൻ എന്ന് പറയണമെന്നാ. അപ്പൊ നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകള് ഈ കുറ്റവാളികളോട് പറയാത്രേ, എന്ത് മരണം? മരണല്ല, മരണം ദുന്യാവിൽ കഴിഞ്ഞ് ഇനി ആരും മരിക്കൂല, ഇനി ജീവിച്ചുകൊണ്ടേയിരിക്കുക. അവസാനം ഒരു സന്തോഷ വാർത്ത അറിയിക്കുന്ന. അപ്പൊ നമ്മളൊക്കെ രോഗമാണ്, മരിക്കുന്ന ഉറപ്പുള്ള രോഗമാണെങ്കിൽ പോലും നമ്മൾ ആശുപത്രി കിടക്കുമ്പോൾ നമ്മളെ പരിശോധിച്ചിട്ട് ഡോക്ടർ ഇങ്ങനെ റിസൾട്ട് നോക്കി പറഞ്ഞാ കുഴപ്പമില്ലല്ലോ, ഇത് സുഖമാവുന്നുണ്ടല്ലോ, നിങ്ങളുടെ രോഗത്തിൽ വലിയ മാറ്റം ഉണ്ടല്ലോ, ഇതിൻ്റെ അനുഭവത്തിൽ ആദ്യമായിട്ടാ ഈ രോഗം ഇങ്ങനെ മാറുന്നത്, നല്ല മാറ്റം ഉണ്ടായിക്കണല്ലോ എന്ന് പറഞ്ഞാലേ ഒരു മാറ്റം അല്ലെങ്കിലും അത് നമ്മളിൽ വലിയ മാറ്റം ഉണ്ടാവും. മകനോട് പറയും ഇങ്ങനെ നീച്ചിരുത്തിക്ക. മകൻ അപ്പൊ തന്നെ പെരീക്ക് പോകണം ചെയ്യും. ഉമ്മ ബാപ്പന്ന് ഇരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഉമ്മ അയലോകത്തേക്ക് നോക്കി ബാപ്പാക്ക് സുഖയിക്കുന്നുണ്ടോ, ബാപ്പന്ന് ഇരിക്കുന്നുണ്ട്, കഞ്ഞിവെള്ളമൊക്കെ ചോദിച്ചിക്കണ്. എവിടെ? 4 മണിക്ക് മൂപ്പര് മരിച്ചു. പക്ഷെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഡോക്ടർ പറഞ്ഞ വാക്കാണ്, അതൊരു സമാധാനമാണ്. പക്ഷെ നരകത്ത് കിടക്കണ മനുഷ്യന്മാർക്ക് ആ സമാധാനമില്ല. അവരോട് മലക്കൾ ആശംസ അർപ്പിക്കാൻ തരങ്ങള്, ലാ യസീദന്നകും ഇല്ലാ അദാബാ. കുറച്ചും കൂടി കൂടുട്ടോ, കുറച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടി കൂടുട്ടോ, ഇതാ കുറച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടി കൂടുവേ, ഇതങ്ങനെ കൂടിക്കൊണ്ട് കിട്ടോ. എന്താണ് ആ മനുഷ്യന്റെ അവസ്ഥ അല്ലേ പൊന്നാറ സഹോദര. ഈ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ശൂന്യാകാശത്ത് വരുന്നതല്ല, നമ്മളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഏറ്റവും പേടിക്കേണ്ടത് മരണത്തെ അല്ല, അതെന്തായാലും സംഭവിക്കും. ആ മരണത്തിന് ശേഷമുള്ള ജീവിതം താളം തെറ്റാതിരിക്കാൻ, ആ ജീവിതം വഴിയാധാരമാകാതിരിക്കാൻ, ആ ജീവിതം വേദനയുടേതാവാതിരിക്കാൻ നമ്മൾ ഇപ്പം ശ്രദ്ധിക്കണം. എപ്പോഴാ തീരുക എന്നറിയാത്തൊരു ജീവിതം കേട്ടോ നമ്മളെ ജീവിതം. എപ്പോഴും അവസാനിക്കാം,
ഏത് സമയത്തിന് കാരണമൊന്നും വേണ്ട, മരിച്ചു കഴിഞ്ഞിട്ടാ നമ്മൾ തരിക എന്താ കാരണം. അപ്പൊ ഡോക്ടർ അവസാനം എന്തിനൊരു കാരണം പറയും, അതാണ് കാരണം അല്ലേ. അപ്പോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതം കണ്ടാലേ ചിലപ്പം മരണം തന്നെ അല്ലാത്ത ജീവിതം പോലെയാ നമ്മുടെ ആഘോഷങ്ങളും ആർഭാടങ്ങളും നമ്മുടെ ചെലവഴിക്കലുകളൊക്കെ. അപ്പോൾ ഈ മരണത്തെക്കുറിച്ചുള്ള ചിന്ത ജീവിതത്തിൽ എപ്പോഴും ഇങ്ങനെ കൂടെ നിർത്തിയിട്ട് നമ്മുടെ ജീവിതത്തെ ഒന്ന് നിയന്ത്രിക്കുക. അനാവശ്യങ്ങൾ, ചെലവുകൾ, പ്രവർത്തനങ്ങൾ, വാക്കുകൾ, പ്രവർത്തനങ്ങൾ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാൻ വേണ്ടി ആരാധനകളും പ്രാർത്ഥനകളുമായി റബ്ബിൻ്റെ പരിഗണനയിലേക്ക് നമ്മൾ വേഗത്തിൽ സഞ്ചരിക്കുക. അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു ഇഷ്ടപ്പെടുന്ന യഥാർത്ഥ മുത്തഖികളായി ജീവിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും അവസരം നൽകുമാറാവട്ടെ. തെറ്റുകളായി മനസ്സിലാക്കി ആ തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ഈമാനും ഇഖ്ലാസും തഖ്വയും അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. എമ്പാടും നന്മകൾ ചെയ്ത് മരണത്തിനു ശേഷം സന്തോഷകരമായ ജീവിതം നയിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും സൗഭാഗ്യം നൽകുമാറാവട്ടെ. മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കുന്ന മക്കളാവാൻ അള്ളാഹു നമുക്ക് അവസരം നൽകുമാറാവട്ടെ. നമ്മുടെ മക്കളൊക്കെ ജീവിക്കുന്നത് അപകടകരമായ സാഹചര്യങ്ങളിലാണ്. സ്വാലിഹായ മക്കളായി അവരെ വളർത്തി വലുതാക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും അവസരം നൽകുമാറാവട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, കഠിനമായ വേദനകളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെയൊക്കെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. സഹിക്കാൻ പറ്റാത്ത വേദനകളിൽ നിന്ന്, താങ്ങാൻ പറ്റാത്ത കടബാധ്യതകളിൽ നിന്ന്, ആദർശപരമായ വ്യതിയാനങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. തൗബ ചെയ്യാൻ പോലും സമയം കിട്ടാത്ത പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. എവിടെ വെച്ച് എപ്പോ എങ്ങനെ മരണപ്പെടുമ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ അള്ളാഹു നമുക്ക് അവസരം നൽകുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി